പ്രിയപ്പെട്ടവരെ, ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജോയിൻ ചെയ്ത ഒരാൾക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ ആണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം, ചെറിയ ഒരു ഔട്ട്ലൈൻ അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ അല്ല ഇത്. പക്ഷെ ഒരാൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ്. അതുപോലെ ഈ ബിസിനസ് ചെയ്താൽ ഒരുപക്ഷെ വിജയിക്കണമെന്നില്ല. പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം, പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അർഹിക്കുന്ന ഗൗരവവും അർഹിക്കുന്ന പ്രാധാന്യവും അർഹിക്കുന്ന സമയവും ഈ ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തെറ്റായ ചില രീതിയിലാണ് നിങ്ങളുടെ സമയം പോകുന്നതെങ്കിൽ അത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം സമയമാണ്. ആ സമയനഷ്ടവും അതോടൊപ്പം തന്നെ സംഭവിച്ചേക്കാവുന്ന ഒരു സാമ്പത്തിക നഷ്ടവും, പ്രതീക്ഷകൾക്ക് അനുസൃതമായി റിസൾട്ടുകൾ വന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു നിരാശയും ഒക്കെ തുടക്കകാലങ്ങളിൽ ആളുകളെ പുറകോട്ട് വലിക്കാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയും സാമാന്യം ഈ ഒരു ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് മറ്റുള്ളവർ, പുതിയ ഒരാളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പങ്കുവെക്കുന്നുണ്ടാവുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ഇവിടെ, ഒറ്റയ്ക്കുള്ള ഒരു സോളോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിൽ വിജയിക്കുന്നത് കൂട്ടായ്മയുടെ പ്രവർത്തനം നന്നായി ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളും നമ്മുടെ കുടുംബവും വേഴ്സസ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചെയ്യുക. അപ്പൊ സ്കൂളിലാണെങ്കിലും കോമ്പറ്റീഷനാണ്, ആരാണ് നമ്പർ വൺ. സ്കൂൾ അത് കഴിഞ്ഞ് നമ്മൾ ജോലി സ്ഥലത്ത് പോയാലും കോമ്പറ്റീഷനാണ്, നമ്പർ വൺ ആവുക. മറ്റുള്ളവരൊക്കെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആയി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ വർക്ക് സ്പേസിൽ ഉണ്ടാവുക. ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ മത്സരിക്കുന്ന ആളുകൾ ആണ് കാണുന്നത്, പഠിക്കുന്ന സ്ഥലങ്ങളിൽ വരെ. അപ്പൊ അത്തരത്തിലുള്ള മത്സരങ്ങൾ അല്ല ഇവിടെ. ഇവിടെ ശരിക്കും ഒരു കെട്ടുറപ്പുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാനുള്ള ഒരു അവസരങ്ങൾ തേടുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ആളുകൾ, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ, പലതരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നിന്ന് വന്നവർ, പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ, പല വിധത്തിലുള്ള മതങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെയുള്ള ആളുകളാണ് ഇവിടെ കൂട്ടായ്മ ഉള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിലെ കുറെ അധികം ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ആളുകൾ അനുഭവിക്കാറുള്ളത്. അപ്പൊ അത് കുറയ്ക്കാനും നിങ്ങളുടെ ആ ഒരു ലേണിംഗ് കർവ് എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി ആക്കാതെ ആ ലേണിംഗ് കർവ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ന്യൂ ലൈഫ് കമ്മ്യൂൺ ശ്രദ്ധിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് പ്രൊഫഷണൽസ് ആണ് നമ്മൾ. പുതുതായിട്ട് വരുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രസന്റേഷൻ ഞാൻ നടത്തുന്നത്. വെൽക്കം ടു ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ. ഒന്നാമതായിട്ട് പറയാനുള്ളത് അഭിനന്ദനങ്ങളാണ്. കാരണം വളരെ മഹത്തായിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പലർക്കും ഒരു താഴ്ന്ന ലെവലിൽ തന്നെ കിട്ടിയ ജോലിയിൽ അല്ലെങ്കിൽ കിട്ടിയ സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് അവനവന്റെ പൊട്ടൻഷ്യലിന്റെ അറ്റത്തേക്ക് വളരുക എന്ന ആഗ്രഹമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾക്ക് മുന്നിട്ടിറങ്ങാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ബിസിനസ്സായോ കരിയറായോ തിരഞ്ഞെടുത്തത് വഴി ഒരു സാധാരണ ജീവിതം നയിച്ച് മരിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ ആളുകളിൽ ആണ് നിങ്ങൾ. അപ്പൊ ആൾക്കൂട്ടത്തിൽ ഒരാളായി മാത്രം മാറാതെ വ്യത്യസ്തവും മെച്ചപ്പെട്ടതുമായ ഒരു വഴി തിരഞ്ഞെടുത്ത ഒരു വിശിഷ്ട വ്യക്തിത്വമായി മാറാൻ തീരുമാനിച്ച നിങ്ങൾക്ക് IMC-യിലേക്ക് സ്വാഗതം. IMC-യിലെ ന്യൂ ലൈഫ് കമ്മ്യൂണിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് അതിനിടയിൽ ലക്ഷക്കണക്കിന് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് വ്യക്തിത്വ വികസനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരു ആത്മീയ ചൈതന്യവും ഒക്കെ സാധ്യമാക്കിയ സമാനതകളില്ലാത്തൊരു ബിസിനസ് സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ ആഗോളതലത്തില് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞ തെളിയിക്കപ്പെട്ട ഒരു സമ്പ്രദായമാണ്. ജനസംഖ്യയിൽ മുൻപിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിൽ തന്നെ ലഭിച്ച ഏറ്റവും വലിയ വരദാനമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ എന്തെങ്കിലും ക്രമക്കേടുകളെ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു ജീവിതം, കഴിഞ്ഞ കാലവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ആമുഖമായിട്ട് തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഒരിക്കൽ കൂടി
അഭിനന്ദനങ്ങൾ. വളരെ മികച്ചതായിട്ടുള്ള ഒരു ഒരു കരിയർ തന്നെയാണിത്. ആ ഒരു കരിയർ തിരഞ്ഞെടുത്തതിന് പ്രായഭേദമന്യേ ഏതൊരാൾക്കും വിദ്യാഭ്യാസ സമ്പ്രദായമോ അതിനെക്കുറിച്ച് ഒന്നും ബോധറേഷൻ ഇല്ലാതെ നിങ്ങളുടെ പ്രവർത്തന പരിചയമോ വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങളുടെ പ്രായമോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഇതിലേക്ക് സധൈര്യം കടന്നു വന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മറ്റൊരു കാര്യം മനസ്സിൽ ഉണ്ടാകേണ്ടത്, ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ കഴിഞ്ഞ ഒരു 50 വർഷക്കാലത്തിനിടയിൽ സൃഷ്ടിച്ച സിംഗിൾ ഇൻഡസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ കോടീശ്വരന്മാരുടെ ഒരു ഫാക്ടറി തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു ഇൻഡസ്ട്രി, സിംഗിൾ ഇൻഡസ്ട്രി. അത് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും IT ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൺസ്യൂമർ ആയിട്ടുള്ള FMCG ആയിരിക്കാം. അല്ല, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് സിംഗിൾ ഇൻഡസ്ട്രി ദാറ്റ് ക്രിയേറ്റഡ് മാക്സിമം നമ്പർ ഓഫ് മില്യനേഴ്സ്. അപ്പോ ഒരു മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കണ്ടുപിടിച്ചതിന് ശേഷം അതിനുശേഷം സംഭവിച്ചിട്ടുള്ള മാർക്കറ്റിംഗിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടത്തിന്റെ പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്. ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ, ഇപ്പോൾ ബിൽഗേറ്റ്സിനോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായി മാറിയത്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു കോടീശ്വരനായി മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളുടെ ഒപ്പം വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഏറ്റവും മികച്ച കാര്യം, ഒരു സുവിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഗ്ലോബൽ സെനാറിയോ പരിശോധിച്ചാലും ഇന്ത്യൻ സെനാറിയോ പരിശോധിച്ചാലും കേരളത്തിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചാലും ഇന്ന് ഈ ഒരു തീരുമാനം ഇത് തുടങ്ങാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചത് ശരിയായ തീരുമാനമാണ്, ശരിയായ സമയത്താണ്. ആൻഡ് ഇത് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് IMC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ന്യൂ ലൈഫ് കമ്മ്യൂൺ എന്ന് പറയുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് മാറാനാണ്. ഇത് ബിൽഗേറ്റ്സ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം, ജീവിതത്തിലെ ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ്. കാരണം നിങ്ങൾ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളുടെ ഒപ്പം തന്നെയാണ് ഉള്ളത്. ഇതൊരു ഗ്ലോബൽ സെനാറിയോ ആണ്. ഇന്ന് 120 മില്യൺ ആളുകൾ വേൾഡ് വൈഡ്, 200 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പോൾ 200 × 100 കോടി ഡോളർ ബിസിനസ് ആണ് ഇന്ന് വേൾഡ് വൈഡ് നടക്കുന്നത്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 88 ലക്ഷത്തോളം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 22,142 കോടി ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ്സാണ് ഇപ്പോൾ. കേരളത്തിൽ 522 കോടിയോളം ഈ ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2 ലക്ഷത്തോളം വ്യക്തികൾ കേരളത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിൽ. അപ്പൊ ഇത് നിയമപരമായിട്ടുള്ള എല്ലാ സുരക്ഷയും ഉറപ്പാക്കുകയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും സാഹചര്യങ്ങളും നന്നാവുകയും അതോടൊപ്പം തന്നെ പ്രോത്സാഹനം കിട്ടുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവിടെ നിന്ന് 5 കൊല്ലത്തിനുള്ളിൽ നിലവിലുള്ളതിന്റെ 5 ടൈംസ് ആയി മാറുമെന്ന് വിദഗ്ധർ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അടുത്ത 5 വർഷം ആകുമ്പോഴേക്കും ഈ 22,142 കോടിയുള്ള ടേൺ ഓവർ 1 ലക്ഷം കോടിയിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളെല്ലാം ഒരു ഗ്രോത്ത് കർവിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗ്ലോബൽ സെനാറിയോയില് ഇന്ത്യയുടെ പോപ്പുലേഷൻ 143 കോടി ആയതുകൊണ്ട് ഇന്ത്യയിലുള്ള വിസ്ഫോടനാത്മകമായിട്ടുള്ള വളർച്ച മറ്റൊരു രാജ്യത്തിനും ഉണ്ടാവില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഇന്ത്യ മുൻപന്തിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇന്ത്യയുടെ ഈ ബിസിനസ്സിലുള്ള മുൻപന്തിയിലെത്തലും ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും മികച്ച ശക്തിയായി മാറലും ഒക്കെ ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്യുന്ന വർഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായി മാറി ഓരോ പുതിയ വ്യക്തിക്കും അയാളുടെ ജീവിതത്തിലും ആ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയായ സമയമാണ് എന്നുള്ളത് ഒരു ഡോക്യുമെന്റഡ് പ്രൂഫോട് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നിങ്ങളുടെ ശരിയായ പാരഡൈം ആണോ എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു പാരഡൈം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട് എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് ഈ ബിസിനസിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ബിസിനസിനെ കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകളുമായിട്ട് എത്ര വർഷങ്ങൾ പണിയെടുത്താലും കാര്യമില്ല എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുതായിട്ട് കടന്നു വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഈ ബിസിനസിന്റെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നിരാശ തോന്നുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് റിസൾട്ട് ഇല്ല എന്ന് തോന്നുകയും നിങ്ങൾ നിരാശരായിട്ട് മടങ്ങേണ്ടി വരും. ആദ്യത്തെ കാരണം, ഒരാള് ഇവിടെ വന്ന് കൃത്യമായി പ്രോപ്പറായിട്ട് ഇതുമായിട്ട്
ഒരു ഗെറ്റ് അലോങ് നടക്കാത്തതിന്റെ പ്രധാന കാരണം അദ്ദേഹം ഒരു റോങ് പാരഡൈമിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു റോങ് കാഴ്ചപ്പാടിലാണ്, ഒരു തെറ്റായ കാഴ്ചപ്പാട് മനസ്സിലിട്ടുകൊണ്ടാണ് ഈ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം ആരും പണം അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം ഉള്ളപ്പോൾ ആരും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. അപ്പം ഓൾറെഡി കിടക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള കുറച്ച് കാഴ്ചപ്പാടുകളെ ഒരു പക്ഷേ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. നിങ്ങൾ നിങ്ങളുടെ തന്നെ പാരഡൈമിനെ ചോദ്യം ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. അപ്പൊ ശരിയായ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, അതായത് ഡെപ്തിലേക്ക് പോകാൻ പറ്റില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ കറക്റ്റ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതിൽ ഒന്നാമത്തെ കാഴ്ചപ്പാട് ഇതാണ്. പലർക്കും ഇതൊരു പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഒരു 4 പേര് വന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു, 2 പേരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു, 10 പേരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇതിനെ പ്രാപിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇതിന് വളരെ കാഷ്വൽ ആയിട്ട് എടുത്തിട്ട് അത് പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് പൈസ ഉണ്ടാവും, കുറച്ച് ആൾക്കാരെ ചേർത്തും അതിനകത്ത് ആവറേജ് ആൾക്കാർ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഗെറ്റ് റിച്ച് ക്യുക്ക് സ്കീമാണെന്ന് അറിഞ്ഞോ അറിയാതെയോ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ അത് അവസാനിപ്പിക്കുക. കാരണം ഇത് എന്റെ 29 വർഷത്തെ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്. ഇതിനെ ഒരിക്കലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കീം അല്ല ഇത്. അതുപോലെ തന്നെ ഇതൊരു ഈസി മണിയാണെന്നുള്ള വിചാരം ആളുകൾക്കുണ്ട്. കുറെ പേരെ അറിയാവുന്ന ആൾക്കാരൊക്കെ വെറുതെ കുറച്ച് പേരെ പറക്കിയിടുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, അത് കഴിയുമ്പോൾ സംഗതി തന്നെ ഓടിക്കോളും. കുറച്ച് പേരെ കിട്ടിയ രക്ഷപ്പെട്ടു, ഒരാളെ കിട്ടിയ രക്ഷപ്പെട്ടു, ഇങ്ങനെയുള്ള കുറെ വാക്കുകളും കുറെ ഫ്രേസുകളും മാർക്കറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമ്മളെ ചിലപ്പോൾ ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പലരും അബോധാവസ്ഥയിൽ, ചിലപ്പോൾ ബോധപരമായിട്ടല്ല അബോധപരമായിട്ട് അവരുടെ ഉള്ളിൽ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പണമാണ് എന്നുള്ളത് തോന്നലുണ്ടാവും. അങ്ങനെയല്ല. ഇവിടെ പണം ഇൻവെസ്റ്റ്മെന്റിൽ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അധ്വാനവും ഇവിടെ ആവശ്യമാണ്. അതിനനുസൃതമായിട്ടുള്ള സമയവും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ സമയവും അധ്വാനവും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ആളെപ്പിടുത്തം അല്ലെങ്കിൽ കുറെ വിൽപ്പന നടത്തുക, ടേൺ ഓവർ ഉണ്ടാക്കിയാൽ മതി, കുറെ വിൽറ്റ് നടക്കുക, ഇത് അങ്ങനെ ഒരു ആളുകളെ പിടിക്കലോ വിൽക്കലോ അല്ല ഈ ബിസിനസ് മനസ്സിലാക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ആളെ പിടിക്കാം, വേണമെങ്കിൽ കുറച്ച് വിൽക്കാം, അതൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതല്ല ഈ ബിസിനസ്. അപ്പൊ ഇത് മാത്രം ചെയ്തു പോകുന്ന ഒരു ആളെപ്പിടുത്തവും അല്ലെങ്കിൽ കച്ചവടം മാത്രം നടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ ബിസിനസിന്റെ റിയൽ ഔട്ട്പുട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ എന്നും നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരു എന്തല്ല എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കാനാണ് ഞാൻ ഈ ഒരു സമയം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ദിസ് ഈസ് നോട്ട് ഫോർ ലേസി ആൻഡ് ഇൻഡിസിപ്ലിൻ പീപ്പിൾ. ഇത് ഒരു മടിയന്മാർക്കുള്ളതോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അച്ചടക്കം ഇല്ലാത്തവർക്കോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ പലരും പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവില്ല. ജോലി ചെയ്യുന്ന സമയത്തും മര്യാദയ്ക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലത്തു നിന്നും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടാവും, പുറത്താക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടാവും, അങ്ങനെ പലതും നടന്നിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആർക്കും ഇവിടെ വന്ന് കയറാം. ഇവിടെ വന്ന് കയറാനും കുഴപ്പമില്ല, ചെയ്തു തുടങ്ങുന്നതിനും കുഴപ്പമില്ല. കാരണം ഫ്രീ ആണ് ഇവിടെ. ഇവിടെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കാം. എത്ര തവണ വീണാലും നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പല ബിസിനസ്സുകളും നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ ചിലപ്പോൾ കടക്കെണിയിലും ലക്ഷങ്ങളുടെയും കോടികളുടെയും നഷ്ടങ്ങളും വരും. ഇവിടെ മാത്രം എത്ര തവണ വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലേസി ആയിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്തവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ഇത്. ഇത് മലമറിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഡിസിപ്ലിൻഡ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ വലിയ രീതിയിൽ വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണകൾ ആദ്യം മാറ്റുക എന്നുള്ളതാണല്ലോ ആദ്യം വേണ്ടത്. ആദ്യം വേണ്ടത്, നമ്മളിപ്പോ ആയുർവേദ ഉൽപ്പന്നങ്ങൾ പറയുമ്പോൾ തന്നെ ആദ്യം ഡീടോക്സിഫിക്കേഷൻ ആണ് ആദ്യം നടത്തുക. ശരീരത്തിലുള്ള മാലിന്യങ്ങൾ കളയുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ചില മാലിന്യങ്ങൾ ചിന്തകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ചില ധാരണകളുടെ രൂപത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറട്ടെ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തെറ്റായ ധാരണ, ഇതിനകത്ത് ധാരാളം ക്വാളിഫിക്കേഷൻ വേണം, ഇംഗ്ലീഷിൽ സംസാരിക്കണം, ആളുകളെ ഇംപ്രസ് ചെയ്യണം, അങ്ങനെ അങ്ങനെ ഒന്ന ഇംപ്രസ് ചെയ്യാനുള്ള കളികളൊന്നുമല്ല ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇപ്പൊ ക്വാളിഫിക്കേഷൻ ഉള്ളത് ഒരു തെറ്റല്ല എന്ന് മാത്രം. ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്വാളിഫിക്കേഷൻ കൂടുതൽ ഉണ്ടാകുന്നത് നമുക്കൊരു കോൺഫിഡൻസ് തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇതിനകത്തൊരു ക്രിട്ടിക്കൽ ഫാക്ടറേ അല്ല ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് പോലും ഇല്ലാത്ത എത്രയോ ആളുകളാണ് ഇവിടെ വളരെ വിജയം വരിക്കുന്നത്. പലപ്പോഴും ഒരു ടെൻഷനും ഇല്ലാതെ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നടത്തേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കുന്നവരൊക്കെ അധികം പഠിക്കാത്തവരാണ്. കാരണം അവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് അറിയാവുന്നത്. ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യും.
അവർക്ക് സിമ്പിൾ ആയിട്ട് വിജയിക്കാനും പറ്റും. ഇതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും കൂടുതൽ ബിരുദങ്ങൾ ഉള്ളത് ഒരു തടസ്സമാണ്. കാരണം അവർ കോംപ്ലിക്കേറ്റ് ചെയ്യും കാര്യം. അവർക്കൊരു ഒരു ഒരു രസം കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാൻ ആഗ്രഹമുള്ള ആളുകളാണ് അവർ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, അവർ എപ്പോഴും ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം കോംപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവര് ബുദ്ധിമുട്ടിലാകും. ഇതപ്പോ ഇവിടുന്ന് ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ മിക്കവാറും പേര് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ ഒരു കോൺട്രവേഴ്സിയൽ സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കും. ഒട്ടും ആവശ്യമില്ലാത്തതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം, അപ്രൂവൽ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതപത്രമോ അവരുടെ സർട്ടിഫിക്കേഷനോ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കോടിക്കണക്കിന് ആളുകളെ ഒന്നും പരിവർത്തനാത്മകമായ കാര്യങ്ങളൊന്നും നടത്താനില്ല ഇവിടെ. കാരണം നമ്മളൊരു ആശയം പങ്കുവെക്കുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയം പങ്കുവെക്കുന്നു, അതിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വരുന്നു. അല്ലാതെ ഇതിനകത്ത് ഒരുപാട് ആളുകളുടെ അപ്രൂവൽ എടുത്ത് വീട്ടിലുള്ളവരുടെ നാട്ടിലുള്ളവരുടെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ ഒരു 10-12 പേരെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൺവിക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ സ്വയം ഇതിനകത്ത് കൊള്ളാം, നിങ്ങൾ തന്നെ സ്വയം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം, നിങ്ങളുടെ തോന്നലുണ്ടെങ്കിൽ, ഇപ്പൊ ഫ്രണ്ട്സ് വേണം, റിലേറ്റീവ്സ് വേണം ഇതിനകത്ത് വിജയിക്കാൻ തോന്നിയാൽ, എനിക്ക് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റും. കഴിഞ്ഞ 29 വർഷത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാവരും പറയാറുണ്ടെന്നല്ലാതെ ഒന്നുമില്ല. പരിചയമുള്ള ആളുകളെയൊക്കെ കാണും, സംസാരിക്കും, അതിൽ നിന്ന് അവരുടെ പരിചയക്കാരുടെ അടുത്തേക്ക് പോകും, അവരുടെ പരിചയക്കാരുടെ അടുത്തേക്ക് പോകും. താല്പര്യമുള്ള ഒരാളെ കിട്ടിയാൽ അവരുടെ പരിചയത്തിലുള്ള സംസാരിച്ച് അവരുമായിട്ട് കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നല്ലാതെ, അതിനെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നേരിട്ട് കുറെ അധികം സുഹൃത്ത് ബന്ധങ്ങളും കുറെ ബന്ധുക്കളും ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ എന്നത് തെറ്റാണ്. അത് ഉണ്ടെങ്കിൽ നല്ലത്, അവരുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാൻ നോക്കാം. അതർവൈസ് അവരുണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും ഭാര്യയും ഭർത്താവും പോലും ഇതിനോട് നമ്മൾ യോജിക്കണമെന്നില്ല. നമ്മുടെ വിജയം കണ്ടു കഴിയുമ്പോൾ തന്നെയാണ് അവരും പലപ്പോഴും കൂടെ നിൽക്കാറുള്ളത്. അത് എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് സത്യം. അപ്പൊ അത് മനസ്സിലാക്കുക. അല്ലാതെ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ തട്ടി നിൽക്കരുത് എന്നുള്ളതാണ്. അതൊരു ക്രിട്ടിക്കലേ അല്ല, ഇത് ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ പലപ്പോഴും സംഭവിക്കുന്നത്, ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത, ഇതിനെക്കുറിച്ച് വൈദ്യന്മാരുണ്ട്, ഇതിനെക്കുറിച്ച് ചെറിയ അറിവുകൾ മാത്രം, അതും മിക്കവാറും തെറ്റായ അറിവുകളായിരിക്കും. അവര് തന്നെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അവർ വിജയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വിജയിക്കാത്ത ഈ മേഖലയിൽ വന്ന് തോറ്റ് മടങ്ങിയ ആളുകളോട് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അവർ ഇതിനെക്കുറിച്ച് മോശമല്ലേ പറയുള്ളൂ. അല്ലാതെ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഇത് മാറി, ഇതിൽ സക്സസ് ആവാതിരുന്നത് മിക്കവാറും പേര് സമ്മതിക്കാറില്ല. അപ്പൊ അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കണ്ട് ഇത് ശരിയായിട്ടില്ല, സമയമായിട്ടില്ല, ഇത് മുഴുവൻ തെറ്റാണ്, ആ രീതിയിലുള്ള ഒരു കാര്യം പറയുള്ളൂ. അതുകൊണ്ട് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് എത്ര പറഞ്ഞാലും പലര് തെറ്റ് കാണിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ വിജയിച്ച ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, അവരെങ്ങനെ വിജയിച്ചു എന്ന് ചോദിക്കുക, അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അവരുമായിട്ട് ചോദിക്കുക, ഇതൊക്കെയാണ്. അത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് കാണാം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് പറയുന്നത്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് അവർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു പോയിന്റ് പറയുന്നത്. ഒരു തരത്തിലും സക്സസ്ഫുൾ അല്ലാത്ത ആളുകളുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കാതിരിക്കുക. 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് 10ാം ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് വേണ്ടത്. അഞ്ചാമത്തെ ഏറ്റവും വലിയ കാര്യം, പലരും പെർഫെക്ഷൻ നോക്കുന്നവരാണ്. ജോലിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സും SOPകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു ബോസും ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ പലതും കൃത്യമല്ലാത്തത് കൊണ്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് എപ്പോഴും ഒരു മടി കാണും. കാരണം ആദ്യം ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ടാവും. അങ്ങനെ പെർഫെക്ഷൻ ഇല്ല. നിലവിൽ എന്താണോ അത് വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഈ പോകുന്ന പോക്കില് ഇംപ്രൂവ്മെന്റ് ആണ് വരുത്തേണ്ടത്, പെർഫെക്ഷൻ അല്ല. പെർഫെക്ഷൻ ആർക്കും ഇല്ല, എനിക്കും ഇല്ല. 29 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമേ ഇല്ല. പക്ഷെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ വെച്ചാൽ ഓഫ് കോഴ്സ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു 1000 മടങ്ങ് ഇംപ്രൂവ്മെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓരോന്നിലും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും. അപ്പൊ അതുകൊണ്ട് പെർഫെക്ഷൻ നോക്കി നിൽക്കാതിരിക്കുക. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ഒട്ടും വേണ്ടാത്തത്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് കുറെ അധികം കാര്യങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ഇല്ല. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഇവിടെ വേണ്ട 3 ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 3 ക്വാളിഫിക്കേഷൻസ്. ഒന്ന്, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വലിയ സ്വപ്നം? വലിയ സ്വപ്നങ്ങൾക്ക് മാത്രമേ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ കാര്യമാക്കാതെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ളൂ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇത് അവസാനിപ്പിക്കും. കാരണം ആരും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പം നിങ്ങളെ നിലനിർത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളില്ലെങ്കിൽ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്, അതർവൈസ് നിങ്ങൾക്ക് ഒരിക്കലും കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള
വലിയ സ്വപ്നങ്ങൾക്ക് അതിർവരമ്പിടുമ്പോൾ അത് ഗോൾസായി മാറുന്നു. അങ്ങനെ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഊർജം നിങ്ങൾക്കുണ്ടാകും. ഇപ്പൊ ബിഗ് ഡ്രീംസ് ഇല്ലാത്ത ആരും വിജയിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ദിവസം വെറുതെ ഒരു ദിവസം ഒരാൾ പല്ല് തേക്കുന്നു, അയാൾക്ക് സോപ്പിനോടോ അല്ലെങ്കിൽ പേസ്റ്റിനോടോ അല്ലെങ്കിൽ കുളിക്കുന്ന പേസ്റ്റിനോടോ സോപ്പിനോടോ ഒക്കെ താല്പര്യം തോന്നിയിട്ട് അയാൾ അങ്ങ് ഇറങ്ങി തിരിച്ച് അവിടെ തന്നെ വിജയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഇത് വളരെ വലിയ രീതിയിലുള്ള വിജയം വരിക്കുന്നത് കാണുന്നവരെ കണ്ട് ഒരു ഒരു നമുക്ക് ഒരു വലിയ തരത്തിലുള്ള പ്രചോദനം ഉണ്ടാകുന്നു, മോട്ടിവേഷൻ ഉണ്ടാകുന്നു, ഒരു നമ്മുടെ ഡ്രീംസ് വലുതാകുന്നു, നമ്മുടെ അതിർവരമ്പുകൾ വലുതാകുന്നു. നമ്മുടെ ഈ നിലവിലുള്ളതിനോട് നമുക്ക് ഒരു വേണ്ട, ഇത് മതി, ഇത്രയും മതി, ഈ രീതിയിലുള്ള ജീവിതം മതി എന്ന് വിചാരിച്ച് ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറാകുന്ന ഒരാൾക്ക് മാത്രമേ ഒരു വലിയ സ്റ്റെപ്പ് എടുക്കാനായിട്ട് കഴിയും. അപ്പൊ ബിഗ് ഡ്രീംസ് ഒരു മസ്റ്റാണ്. രണ്ടാമത് ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തൂസിയാസം. ഈ എന്തൂസിയാസത്തിന്റെ മാത്രം ബലത്തിൽ ഒരു നോളജും ഇല്ലെങ്കിലും ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ടും ആവേശം കൊണ്ടുള്ള സംസാരം കൊണ്ടും ഇത് അടിപൊളിയാണ്, പ്രൊഡക്റ്റ് അടിപൊളിയാണ്, ഉഗ്രം പ്ലാനാണ് എന്ന് മാത്രം പറഞ്ഞു പോകുന്ന ആളുകൾ വിജയിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളെ കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അവർ എന്തൂസിയാസം കണ്ടേജിയസ് എന്ന് പറയും. അത് ഉത്സാഹം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു എന്തൂസിയാസം ഉള്ള ഒരു മുഖം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു കണ്ണുകളിൽ ഒരു ജ്വലനം ഉണ്ടാക്കിയെടുക്കാൻ, മുഖത്തൊരു പ്രകാശം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ശ്രദ്ധിക്കണം. കാരണം അതാണ് ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചാലക ശക്തിയായിട്ട് മാറുന്നത്. അപ്പം സ്വപ്നങ്ങൾ വേണം, എന്തൂസിയാസം വേണം. മൂന്നാമത്തത്, ഇവിടെയും ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്ന നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള ധാരണ നിർത്തണം. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പം ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറയുക, അത് നിങ്ങളുടെ ശീലമായി മാറണം. ഈ കൺസിസ്റ്റന്റ് ആയിട്ട് എന്താണ് ആക്ഷൻ ഉള്ളതെന്ന് നോക്കാം. ആ കൺസിസ്റ്റന്റ് ആയിട്ട് എന്തൊക്കെ ആക്ഷൻ നടത്തണം അതൊക്കെ വെറും മോട്ടിവേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേരണയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വിൽ പവറിന്റെ ഭാഗമായിട്ടോ മാത്രമായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ അധികാലം ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മളിത് ഓട്ടോമേറ്റ് ചെയ്ത് സ്ഥിരമായി ചെയ്യുന്നു. പല്ല് തേക്കാനോ കുളിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ ഡ്രസ്സ് മാറാനോ നിങ്ങൾക്ക് മോട്ടിവേഷന്റെ ആവശ്യമില്ല. അത് നിങ്ങളുടെ ഒരു ശീലമായി മാറി. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട്, IMC-യുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കമ്മ്യൂണുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മുടെ ശീലങ്ങളായി മാറുന്ന സാഹചര്യത്തിൽ അത് വളരെ സ്വാഭാവികമായിട്ട് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. അപ്പൊ 3 കാര്യങ്ങൾ: ഒന്ന്, വലിയ സ്വപ്നങ്ങൾ വേണം. 2, വലിയ തരത്തിലുള്ള ഒരു ഉത്സാഹം മസ്റ്റാണ് ഇതിനകത്ത്. 3, നിരന്തരമായിട്ടുള്ള ആക്ഷൻ വേണം, പ്രവർത്തനം ആവശ്യമാണ്. അല്ലാതെ ഒരു ഷോർട്ട് കട്ടും ഇവിടെ ഇല്ല. ആദ്യം മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലിവറേജ് ഉള്ള സ്ഥലമാണ്. അത് വളരെയധികം എന്താ പറയാ, ഒരു 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 1000 ആളുകളിലേക്ക് ഇത് വരുമ്പോൾ ലിവറേജ് വരുന്നുണ്ട്. വലിയ സാധ്യതകളിലേക്കാണ് അത് പോവുക. അതിനെ പിന്നെയും ഷോർട്ട് കട്ട് എടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇനീഷ്യലി ദർ ഇസ് നോ ഷോർട്ട് കട്ട്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തേ പറ്റൂ. നിങ്ങൾ അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകണം. അതിലൂടെ കടന്നുപോയി തന്നെ രൂപാന്തരപ്പെടുള്ളൂ. ഒരു പ്യൂപ്പ ആ അവസ്ഥയിലൂടെ കടന്നു തന്നെ ബട്ടർഫ്ലൈ ആവുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ആത്മസംഘർഷം വന്നിട്ട് നമുക്ക് തന്നെ ഒരു സംശയം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ട. കൺസിസ്റ്റന്റ് ആക്ഷൻ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. മറ്റൊന്ന്, എന്താണ് സ്റ്റെപ്സ്? ഇപ്പൊ പുതുതായി കടന്നു വന്ന ഒരാൾ അനുവർത്തിക്കേണ്ട നയങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശരിയായ ഒരു കമ്പനി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ശരിയായ ഒരു കമ്പനി കണ്ടെത്താനായിട്ട് എന്തൊക്കെയാ വേണ്ടത്, അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോകളുണ്ട്. മനസ്സിലാക്കുക. അപ്പൊ ഒരു കമ്പനി, അപ്പൊ നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്തത്, നിങ്ങൾ ശരിയായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് ഞാൻ പറയാം. അപ്പൊ ശരിയായ ഒരു കമ്പനി, അതിന്റെ കാര്യങ്ങളുണ്ട് ഒരുപാട്, അത് കണ്ടെത്തുക. അതിനുശേഷം ആ കമ്പനി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ആ കമ്പനിയിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ടീമിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ടീം അതിനകത്തുണ്ടോ എന്ന് കണ്ടെത്തുക. അങ്ങനെ ഒരു പ്രൊഫഷണൽ ടീമിനെ കണ്ടെത്തിയാൽ പിന്നെ കണ്ടെത്തേണ്ടത് ആ ടീമിൽ എവിടെയെങ്കിലും ഒരു മെന്റർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈൻ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ഇന്നലെ ആയിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, ഇന്നായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് അതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു നന്നായി വർക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അവിടെ ഉണ്ടാവും. അപ്പൊ ഗ്രോയിങ് ടീമിന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് അർത്ഥം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ പാകത്തിനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും. അതാണ് ആ ഒരു പ്രൊഫഷണൽ ടീമിന്റെ കൂടെ നിന്നാൽ ഒരു ഗുണം. കാരണം ഒരു പിയർ പ്രഷർ അവിടെ ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ച് നീങ്ങുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ നിൽക്കാനായിട്ടൊരു അത് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ചൂട് പിടിപ്പിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല തുടക്കത്തിൽ. അപ്പൊ ചൂട് പിടിച്ച അന്തരീക്ഷമുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു മെന്ററെ കണ്ടെത്തി അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ സജഷൻസും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 സ്റ്റെപ്പുകളാണ് വിജയിക്കാനായിട്ട് വേണ്ട ഏക കാര്യം.
ഇത്രയും നിങ്ങൾ കണ്ടെത്തിയ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒരു കമ്പനി കണ്ടെത്തി, ഒരു പ്രൊഫഷണൽ ടീമിനെ അതിനുള്ളിൽ കണ്ടെത്തി, അവിടെ നിങ്ങൾ ഒരു മെന്ററേയും കണ്ടെത്തി. ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണ് 100% റെസ്പോൺസിബിൾ. നിങ്ങൾ ഫെയിൽ ചെയ്താൽ നിങ്ങളാണ് കാരണം, നിങ്ങൾ സക്സസ് ആയാലും നിങ്ങളാണ് കാരണം. അല്ലാതെ ഇതിന്റെ ക്രെഡിറ്റും ആരും കൊണ്ടുപോകില്ല, ഫെയിലിയറിന്റെ ക്രെഡിറ്റും ആരും കൊണ്ടുപോകില്ല. അപ്പൊ ഇത് നിങ്ങളാണ് റെസ്പോൺസിബിൾ എന്നുള്ളത് ആദ്യം ഉണ്ടാവണം. അല്ലാതെ നിങ്ങളുടെ വിജയത്തിന് വേറെ ആർക്കും പങ്കില്ല, നിങ്ങളുടെ തന്നെ മാത്രമാണ് റെസ്പോൺസിബിലിറ്റി. ഇനി വർക്ക് വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഈസി അല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നതിലാണ്, അല്ലെങ്കിൽ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത്. എന്താണ് സിമ്പിൾ എന്ന് പറയാൻ കാരണം? ഇതൊന്നുമില്ല. നമ്മൾ ലിസ്റ്റ് ഇടുന്നു, ആളുകളെ വിളിക്കുന്നു, ആളുകളെ കണ്ട് സംസാരിക്കുന്നു, അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ 4 കാര്യങ്ങളാണ്. അവർ വേണ്ടാന്ന് പറയുന്ന വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നില്ല, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു കോൺവെർസേഷൻ ബിസിനസ്സിലാണ് സംസാരിക്കുന്നത്. അവസരത്തെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും സംസാരിക്കുന്ന ആളുകളാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. എല്ലാ ദിവസവും പ്ലാൻ മാറുന്നില്ല, എല്ലാ ദിവസവും പ്രൊഡക്റ്റ് മാറുന്നില്ല, എല്ലാ ദിവസവും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. അപ്പൊ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതുകൊണ്ടാണ് ഇതിന് സിമ്പിൾ എന്ന് പറയുന്നത്. ഇതെന്താ ഈസി അല്ലാത്ത? മനുഷ്യരായിട്ടാണ് ഇടപെടുന്നത്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ 100,000 കാര്യങ്ങൾ ചിന്തിച്ച് 100,000 കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ സമയത്ത് നമ്മൾ പറയുന്ന ആ ടൈം ഫ്രെയിം ശരിയാവണമെന്നില്ല. വിചാരിച്ച സമയത്ത് വിചാരിച്ച പോലെ വിചാരിച്ച ആൾക്കാരെ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യില്ല. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. മറ്റു സ്ഥലങ്ങളിലൊക്കെ അത് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇവിടെ ഈസി അല്ല. അപ്പൊ ഈ സിമ്പിൾ ആണ്, ഈസി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു ആശ്വാസം വരും. ഇവിടെ വേണ്ടത് എന്താണ്? ആക്ച്വലി എന്താണെന്നറിയോ? നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാബിറ്റ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ദിവസേനയുള്ള നിങ്ങളുടെ ഹാബിറ്റ്സിൽ. ഇപ്പൊ മീറ്റിംഗിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ് അത് പങ്കെടുത്തേ പറ്റൂ. അപ്പൊ ഇതിൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പാർട്ട് ടൈമർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ശീലങ്ങളിലേക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ബേസിക് സാധനങ്ങൾ കയറി വരണം. അതാണ് നിങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നത്. ഇപ്പൊ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളോട് സംസാരിക്കുന്ന വിനോദ് നമ്പൂതിരി എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച്, ഞാൻ ഇതിനകത്ത് PhD ചെയ്ത ഒരാളാണ്. അപ്പൊ അതിനകത്ത് PhD ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ജീവിത രീതികളുമായി ഈ ബിസിനസിന്റെ ആ ഡെയിലി ഹാബിറ്റ്സിനെ ബിസിനസിന്റെ ബേസിക് കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരാളോട് ഇത് സംസാരിച്ചു തുടങ്ങുന്നത് വളരെ അനായാസമായി സംസാരിച്ചു തുടങ്ങാം. എന്റെ കയ്യിൽ എപ്പോഴും ഇതിന്റെ ടൂൾസ് ഉണ്ടാവും. എനിക്ക് 1 മിനിറ്റ് കിട്ടിയാൽ സംസാരിക്കാൻ അറിയാം, 5 മിനിറ്റ് കിട്ടിയാൽ സംസാരിക്കാൻ അറിയാം, 1 മണിക്കൂർ കിട്ടിയാൽ സംസാരിക്കാൻ അറിയാം. അപ്പൊ അത് എന്റെ ശീലമായി മാറുകയാണ്. അപ്പൊ അതിനകത്ത് വേറെ യാതൊരു സീക്രട്ടും ഇവിടെ ഇല്ല. ഹാബിറ്റ്സിലേക്ക് കൺവേർട്ട് ആവണം. അപ്പൊ IMC ഒരു ഹാബിറ്റ് ആണ്. ആ ഹാബിറ്റ് ആകുന്നതിലാണ്. അത് നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു ഒരു ചടങ്ങ്, എല്ലാ മാസവും സാധനം വാങ്ങുക എന്ന് പറയുന്ന ഒരു ശീലമുണ്ട് നമുക്ക്. ആ ശീലങ്ങളിലേക്ക് IMC കടന്നു വരണം. നിങ്ങൾ IMCയിലേക്ക് ഫ്രീ ആയിട്ട് വന്ന് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. IMC നിങ്ങളിൽ അലിയാന്ന് പറയും. അപ്പൊ ആ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വാങ്ങുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ചായ കുടിക്കുന്നു, പാത്രം കഴുകുന്നു, നിലം തുടയ്ക്കുന്നു, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് ആരോഗ്യത്തിനും ആയുസ്സിനും ഓജസ്സിനും തേജസ്സിനും ഊർജത്തിനും ഒക്കെ വേണ്ടി നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ന്യൂട്രീഷണൽ ഗ്യാപ്പ്, നമ്മുടെ പോഷക കുറവ് നമ്മൾ പരിഹരിക്കണം എന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയാം. അതിന് വേണ്ട ഉൽപ്പന്നങ്ങൾ ഈ കമ്പനി എന്നുള്ളത് വാങ്ങി ഉപയോഗിക്കുന്നു, അതിന്റെ ഗുണഭോക്താവായി മാറുന്നു, അത് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ശീലങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കടന്നു വരുന്നു. ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതും നമ്മുടെ ഒരു ശീലമായി മാറുന്നു. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസ് മാറി, ഇനീഷ്യൽ ഇനേർഷ്യ മാറി, അങ്ങനെ അതൊരു ശീലമാക്കി കൊണ്ടുവരുന്നതിലാണ് വിജയിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ആരും മലമറിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ആ ശീലം അനായാസമായിട്ട് കുറച്ച് കാലം എടുക്കും. അപ്പൊ ഒരു 10-21 ദിവസം നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ച് നടന്നാലേ ഒരു ശീലം ആവുള്ളൂ. അപ്പൊ 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് പലതും മാറ്റിമറിക്കാൻ പറ്റൂല. പലരും അത് ശ്രമിക്കുന്നില്ല, കാരണം കാഴ്ചപ്പാടുകൾ വേറെ ആയതുകൊണ്ട് അതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്, എന്താണ് ഹാബിറ്റ്സ്? സ്കിൽഡ് ഹാബിറ്റ്സ്. ഇപ്പൊ ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെ? ഇതിനൊക്കെ ഇന്ത്യൻ MLM ഗുരു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എനിക്ക്. അതിനകത്ത് കൃത്യമായിട്ട് ഒരു ട്രെയിനിങ് സീരീസിൽ ഒരു 10 ആദ്യത്തെ വീഡിയോസ് ഇതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ 4 ബേസിക്സ് ചെയ്യേണ്ടത്, ലിസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം, അതിനെങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, എങ്ങനെ ആദ്യം ആരെ കാണണം, ഇതൊക്കെ ഓരോ ടോപ്പിക്കായിട്ട് വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒക്കെ വേഗം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ സ്കിൽഡ് ഹാബിറ്റ്സ് എന്ത് 4 ബേസിക്സ്, വെറും 4 ബേസിക്സേ ഉള്ളൂ ഈ ബിസിനസ്. അതുണ്ടെങ്കിൽ നിങ്ങൾ മില്യനെയറും ബില്യനെയറും ആണ്. ആരെങ്കിലും ഇവിടെ വിജയിക്കാതിരിപ്പുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ 4 കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നില്ല, അത് വേണ്ട പോലെ ചെയ്യുന്നില്ല, അതൊരു ശീലമായി മാറിയിട്ടില്ല. അതാണ് കാര്യം. ഇത് ആർക്കും, ഏത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും വേണമെങ്കിൽ ഇത് ചെയ്ത് ഇതിൽ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും ലോ ലെവലിലും നമുക്ക് ഇത് ചെയ്യാം.
പ്രാഗൽഭ്യമുള്ള രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് വെറുതെ എവിടെ എവിടെയെങ്കിലും കടലാസ് കുത്തി വരച്ച് ലിസ്റ്റ് ബിൽഡിംഗ് നടത്താം. അതേസമയം നമ്മൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു 4 പില്ലറിലാണ് എനിക്ക് വളരേണ്ടതെന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് ഓരോന്നിലും നമ്മൾ സ്വയം മാർക്കിട്ട് അത് ബിൽഡ് ചെയ്ത് അതിനെ മികച്ചതാക്കണം. അപ്പൊ മികച്ച ലിസ്റ്റ് ബിൽഡിംഗ്, മികച്ച ഇൻവിറ്റേഷൻ, മികച്ച പ്രസന്റേഷൻ, മികച്ച ഫോളോ അപ്പ്. ആ മികച്ച എന്നുള്ളതും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾ മികച്ചായോ. മികച്ചത് എങ്ങനെയാണ്? സ്ഥിരം ചെയ്താണ്. സ്ഥിരം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഹാബിറ്റോ. അല്ല വേറെ ഒന്നുമില്ല അതിനകത്ത് കേട്ടോ. അപ്പം ആർക്കും ഇതൊക്കെ വേണമെങ്കിൽ നിരന്തരമായി ചെയ്ത് ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ 4 കാര്യങ്ങൾ. ഈ 4 ബേസിക്സ് ആണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 29 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുപോലെ ഞാൻ ഇത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ എന്റെ കൂടെയുള്ളവരെ സഹായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവും. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഇനി മറ്റൊരു മിത്തുണ്ട്. സാറേ ഞാൻ ജോലി കളഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് വല്ലതും സംഭവിക്കും. ജോലി കളഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ശമ്പളം നിൽക്കുന്നുള്ളത് മാത്രമാണ്. പലപ്പോഴും എന്നോട് ചോദിക്കുക ആൾക്കാർ, സാറേ ഞാൻ അങ്ങ് ഫുൾ ടൈം ആയാലോ എന്ന് അങ്ങ് ആലോചിക്കുകയാണ്. ഇത് നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട കിടക്കണം. ഈ 4 കാര്യങ്ങൾ അത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യാം? അപ്പൊ ഇത് അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളു. കാരണം പല കമ്പനികളിലും ജോലി കളയിപ്പിക്കുന്നതിലാണ് അവർ പ്രാധാന്യം കണ്ടെത്താറ്. ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് ഒരു പണിയും പരിപാടിയും ഇല്ലാതെ കലങ്കിലിരിക്കുന്ന ആളുകളെ എനിക്ക് ആവശ്യമില്ല. എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും ജോലിയോ കൂലിയോ ഡിസിപ്ലിനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മിടുക്കന്മാരെ തന്നെയാണ് നമുക്കും ആവശ്യം. അപ്പൊ ചെയ്യുന്ന പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്ന, അതിൽ അവര് ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് മെച്ചപ്പെടാൻ വേണ്ടി അതിനുവേണ്ടി അഡീഷണൽ സമയവും ഇഫേർട്ടും ഇടാൻ തയ്യാറായിട്ടുള്ള പാർട്ട് ടൈമേഴ്സ് ഇവിടെ നന്നായി ചെയ്തു പോകും. കാരണം ഞാൻ എന്റെ തന്നെ അനുഭവത്തിൽ ഞാൻ പറയാം, പല ഫുൾ ടൈമേഴ്സിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു എന്റെ പാർട്ട് ടൈം വർക്ക്. ഞാൻ പാർട്ട് ടൈം ചെയ്തു തന്നെയായിരുന്നു എന്റെ പല ഓർഗനൈസേഷനിലെ എല്ലാ റാങ്കും ചെയ്തിട്ടുള്ളത് പാർട്ട് ടൈം ആയിട്ടാണ്. കാരണം പാർട്ട് ടൈം ഞാൻ ചെയ്യുമ്പോൾ ഫുൾ ടൈം ആറ്റിറ്റ്യൂഡ് ചെയ്യും. അതാണ് എന്റെ കാര്യം. നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ളെങ്കിൽ ആ 1 മണിക്കൂർ 2 മണിക്കൂർ പൂർണ്ണമായും മുഴുകുകയും അതിനോട് 100% കമ്മിറ്റ്മെന്റ് കാണിക്കുകയും ചെയ്യാറുണ്ട്. അത് പാർട്ട് ടൈം ആറ്റിറ്റ്യൂഡിലല്ല, ഫുൾ ടൈം ആറ്റിറ്റ്യൂഡിൽ പാർട്ട് ടൈം ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ നമ്മൾ നിലവിലൊരു ജോലിയാണ് ചെയ്യുന്നത്, ഇതല്ല എന്റെ ഭാവി ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ ജോലിക്ക് ശമ്പളം കിട്ടാനുള്ള പണി ഞാൻ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ അഡീഷണൽ സമയം ഇട്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ പണിയെടുത്ത് രാത്രി പാതിര വരെ പണിയെടുക്കാൻ നിൽക്കാറില്ല. ഞാൻ അത് നമുക്കൊരു പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. ഏതാണ് നമ്മളെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, മറ്റത് എന്താണ്. ഇപ്പൊ സസ്റ്റനൻസിന് എന്ത് ചെയ്യണോ അത് ചെയ്തുകൊണ്ട് ബാക്കി സമയം പൂർണ്ണമായിട്ടും കിട്ടാവുന്ന സമയം മുഴുവൻ ഇവിടെ ഇടുക. കാരണം ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്. അപ്പൊ അതുകൊണ്ട് പാർട്ട് ടൈം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത സ്കിൽസ് ഒന്നും നിങ്ങൾക്ക് ഫുൾ ടൈം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് വരുമാനം വരിക. അല്ലാതെ നിങ്ങൾ ഫുൾ ടൈമർ ആണോ പാർട്ട് ടൈമർ ആണെന്നല്ല. പലരും ജോലി കളയിപ്പിച്ചുകൊണ്ടും ഒരു ലയബിലിറ്റി എടുത്ത് വെപ്പിച്ചുകൊണ്ടും ഒരു ലോൺ എടുപ്പിച്ച് കാർ എടുപ്പിച്ചൊക്കെ കൊണ്ട് ഇത് നടത്താൻ നോക്കും. പക്ഷെ അതൊക്കെ തെറ്റായ രീതികളാണ്. ഇതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന പോലെ. നിങ്ങളുടെ സ്കിൽസ് ആണ് നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കുന്നത്. നിങ്ങളുടെ ജാടയല്ല, നിങ്ങൾ എന്തെങ്കിലും ഇല്ലാതെ ആയിത്തീർന്നു എന്നുള്ള നിങ്ങളുടെ ക്ലെയിമുകളല്ല, ഇതൊന്നുമല്ല. നിങ്ങളുടെ സ്കിൽസ് ആണ്. ഈ 4 ബേസിക്സിലുള്ള നിങ്ങളുടെ ഒരു പ്രാഗൽഭ്യം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നിലവിലുള്ള ജോലിയുടെ വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന സമയത്ത് മാത്രമേ ജോലി വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമുള്ളൂ. അതും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ജോലിയാണെങ്കിൽ മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നാണെങ്കിൽ മാത്രം. ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ നിങ്ങൾ എന്തിനു കളയണം? അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് തന്നെ ഇത് സുന്ദരമായിട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊന്ന്, നിങ്ങളുടെ വരുമാനം തീരുമാനിക്കുന്നത് എന്താണെന്നുള്ളതാണ്. പലർക്കും ഇത് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ വരുമാനം എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യം അതിന്റെ സാങ്കേതികമായ ആൻസർ തന്നെ. ഇപ്പൊ ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണെങ്കിലും IMC-യിലാണെങ്കിലും നിങ്ങളുടെ വരുമാനം എന്തിനെ ആശ്രയിച്ചാന്ന് ചോദിച്ചാൽ അതിന്റെ ടെക്നിക്കൽ ആൻസർ യുവർ സ്ട്രക്ചർ ആൻഡ് വോളിയം. നിങ്ങളുടെ ഘടനയും നിങ്ങളുടെ വ്യാപവും. അതായത് നിങ്ങൾക്ക് എത്ര ലെഗുകളുണ്ട്, നിങ്ങൾക്ക് എത്ര വോളിയം ഉണ്ട്, ഈ രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ വരുമാനം. സ്ട്രക്ചർ ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു ഇൻകം എന്നാണ് പറയാം. അപ്പം നല്ല ഒരു സ്ട്രക്ചർ, ഒരു ബാലൻസ്ഡ് സ്ട്രക്ചറും ആ ബാലൻസ്ഡ് സ്ട്രക്ചറിൽ വോളിയം വന്നാൽ നിങ്ങൾ വളരെ വളരെ സക്സസ്ഫുൾ ആയി മാറും എന്നുള്ളതാണ്. അപ്പൊ ഒരു ഒറ്റ ലെഗ് മാത്രമാണെങ്കിൽ ആ സ്ട്രക്ചർ എങ്ങനെ വടി പോലെ ഇരിക്കും അല്ലെ. ആ സ്ട്രക്ചറിനെ എത്രത്തോളം നിങ്ങളെ സക്സസ് ആക്കാൻ പറ്റും? കുറവായിരിക്കും. അപ്പൊ 2 ലെഗെങ്കിലും വരും. അപ്പൊ ആ 2 ലെഗിലൂടെ നമുക്ക് കിട്ടാവുന്ന വരുമാനം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ IMC-യുടെ ഒക്കെ എന്താണ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ മിനിമം 2 ലെഗെങ്കിലും വേണം. 2 ലെഗ് ഉള്ള ഒരു സ്ട്രക്ചറാണ് നിങ്ങൾ ആകെ എടുക്കുന്നത്. ഇവിടെ എത്ര സ്ട്രക്ചർ വേണമെങ്കിൽ ആവാം, എത്ര ലെഗ് വേണമെങ്കിൽ ആവാം. പക്ഷെ 2 ലെഗുള്ള സ്ട്രക്ചറിൽ പോലും നമുക്ക് ഇന്ന് ഏതൊരു കമ്പനിയേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പൊ അതാണ് ഇതിനെ ഏറ്റവും മികച്ച ഒരു പ്ലാൻ ആക്കി മാറ്റുന്നത്. അപ്പൊ 2 ലെഗിൽ പോലും നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം സാധ്യമാകുന്ന, 2 ലെഗിൽ നിന്നും വോളിയം കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലാനാണ് നമ്മുടെ. അതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പ്ലാനിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ സ്ട്രക്ചറും വോളിയമാണ് അതിന്റെ ടെക്നിക്കൽ ആൻസർ. ഇനി എങ്ങനെയാണ് ഈ സ്ട്രക്ചറും വോളിയവും നിങ്ങൾ ബിൽഡ് ചെയ്യുക? എങ്ങനെയാണ് ചെയ്യുക? അതിന് നിങ്ങളെ ബിൽഡ് ചെയ്യണം.
ഇതൊക്കെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് കുറെ ആളുകളുടെ ID പ്രൂഫ് എടുത്തിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വെറുതെ കാറ്റിൽ കരിയിലെ പോലെ കടന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഞാനത് പറഞ്ഞല്ലോ, മികച്ച ലിസ്റ്റ് ബിൽഡിംഗ്, മികച്ച പ്രയോറിറ്റൈസേഷൻ, മികച്ച ഇൻവിറ്റേഷൻ, മികച്ച പ്രസന്റേഷൻ, മികച്ച ഫോളോ അപ്പ്. അതെങ്ങനെ മികച്ചതാവുന്നേ? നിങ്ങൾ മികച്ചതാവുമ്പോൾ മാത്രമേ അത് മികച്ചതാവൂ. അല്ലാതെ വേറെ ഒന്നും ഒരു വഴിയില്ല അതിനകത്ത്. അപ്പൊ ഈ ബിസിനസ്സിൽ മാത്രം നിങ്ങൾ മികച്ചതാവാൻ ശ്രമിക്കണം. അതിന് പറ്റും. അതിനുവേണ്ടി ശ്രമം തുടങ്ങിയാലേ പറ്റുള്ളൂ. പലരും അവനവനെ മികച്ചതാക്കുന്ന പ്രശ്നമേ നിൽക്കുന്നില്ല. അവർ പുറത്തേക്ക് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ ഇങ്ങനെ മാറി മാറി, കമ്പനികൾ മാറുക, ടീമുകൾ മാറുക, അപ്ലയൻസ് മാറുക, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇയാളുടെ കേപ്പബിലിറ്റി ഇതിങ്ങനെ തുടരുന്നോളം കാലം ഇതേ തന്നെ റിസൾട്ടാണ് നിങ്ങൾ കാണും. 20 വർഷം 25 വർഷം ഒക്കെ പല സ്ഥലങ്ങളിലും പല തരത്തിലും പല പരിപാടികളും ചെയ്ത് ഒടുക്കം നിരാശരായി പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് നിരാശരാകുന്നത്? അവനവനെ ബിൽഡ് ചെയ്യാൻ അവർ തയ്യാറല്ല. അതിനുള്ള പെയിൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ സ്ട്രക്ചറും വോളിയവും ബിൽഡ് ചെയ്യണം. അത് ടെക്നിക്കലി അതാണ് ആൻസർ എങ്കിലും ആക്ച്വലി യു ഹാവ് ടു ബിൽഡ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളെ ആദ്യം ബിൽഡ് ചെയ്യാൻ തയ്യാറാണ്. എങ്ങനെയാണ് നിങ്ങളെ ബിൽഡ് ചെയ്യാൻ തയ്യാറാവുക? നിങ്ങളെ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പിറ്റൻസി ട്രയാങ്കിൾ ബിൽഡ് ചെയ്യാനുള്ള ഏത് മേഖലയിലാണെങ്കിലും 3 കാര്യങ്ങളാണ്. ആ മേഖലയെ കുറിച്ചുള്ള വിവരം ആദ്യം ഉണ്ടാവും, നോളജ്. 2, ആ മേഖലയ്ക്ക് പറ്റിയൊരു മാനസികാവസ്ഥയുള്ള ആളാണോ നിങ്ങൾ നോക്കണം. കാരണം എനിക്കിപ്പോ ആളുകളുടെ ഒപ്പം കൂട്ടുകൂടി നടക്കലും കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ക്യാൻറ്റീനിൽ പോവുക, ക്ലാസ് കട്ട് ചെയ്താലും ആളുകൾ കുറെ പേര് കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരുമിച്ച് സിനിമയ്ക്ക് പോവുക, ഒരുമിച്ച് ക്ലാസ് കട്ട് ചെയ്താലും ഒരുമിച്ച് പോവുക, ഒരുമിച്ച് കഥകൾ പറയാ, പാട്ടുപാടി അവിടെ ഇരിക്കുക, താളം പിടിക്കുക. ഒരു കൂട്ടായ്മയുടെ ഒരു ലോകം ഇഷ്ടമായ ഒരാൾക്കാണ്, അതാണ് ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏകാന്തനായിട്ട് ഇരിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ആകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ടെക്നോളജി അത് ഇതൊക്കെ വന്നാൽ പോലും ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള അപ്പൊ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ആളുകളോടൊരു ഇഷ്ടം, അവരോടൊരു താല്പര്യം, പുതിയ കാര്യങ്ങൾ അറിയാനൊരു താല്പര്യം, പുതിയ ആളുകളെ സുഹൃത്തുക്കളാക്കാൻ താല്പര്യം, ആളുകളുടെ തോളത്ത് കയറ്റി നടക്കാൻ താല്പര്യം, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്ത് വരണം. അത് വേണമെന്ന് വെച്ചാൽ എന്തും ചക്ക വരുമ്പോൾ കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു നോളജ് വേണം, ഒരു ആറ്റിറ്റ്യൂഡ് വേണം. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞ 4 ബേസിക്സിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്കില്ല് വേണം. ഇതിൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ 3 സ്കില്ലുകളാണ് ഏറ്റവും ക്രിട്ടിക്കൽ. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തേക്ക്. ബാക്കി ഒരുപാട് സ്കില്ല് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ. കാരണം ഇപ്പൊ അക്കൗണ്ടിങ് സ്കിൽസ് വരും, മാനേജ്മെന്റ് സ്കിൽസ് വരും, നിങ്ങളുടെ ഡിസിപ്ലിൻ മാറും, നിങ്ങളുടെ ഈ മണി മാനേജ്മെന്റ് സ്കിൽസ്, ഒരുപാട് കാര്യങ്ങൾ, ഓർഗനൈസേഷൻ സ്കിൽസ് മാറും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. പക്ഷെ ഏറ്റവും ക്രിട്ടിക്കലായി മാറുന്നത് ഈ 3 സ്കിൽസാണ്. നിങ്ങളുടെ ആശയവിനിമയം നടത്തുന്ന രീതി, നിങ്ങളുടെ ശരീരം മുഴുവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളുടെ വായ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണും വായ മാത്രമല്ല, നിങ്ങളെല്ലാം, നിങ്ങളുടെ ശരീരം മുഴുവൻ ഉൾക്കൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഫലപ്രദമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്. റിലേഷൻഷിപ്പ് സ്കിൽസ് വരും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽസും വരും. ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോണിയുടെ മുകളിൽ ഇരുന്നിട്ട് ആളുകളെ ചവിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല കേട്ടോ. ഇവിടെ സെർവൻ ലീഡർഷിപ്പാണ്. നിങ്ങൾ എത്രമാത്രം ആളുകൾക്ക് പ്രയോജനമായി മാറുന്ന രീതിയിൽ പ്രയോജനപരത എന്ന് പറയും. നിങ്ങളുടെ ഗുണപരത, നിങ്ങളെ കൊണ്ടൊരു പ്രയോജനം എത്ര ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളത്, അത് കൂടുമ്പോഴാണ് നിങ്ങളുടെ വരുമാനം കൂടുക. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ആർജിക്കുമ്പോൾ യു വിൽ ബിക്കം വെരി വെരി എക്സൈറ്റഡ്. ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ആശയവിനിമയവും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. അതായത് കമ്മ്യൂണിക്കേഷൻ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബന്ധങ്ങൾ വരും. 1 തവണ ഇരുന്നു, 2 തവണ ഇരുന്നു, 3 തവണ ഇരുന്നു, 4 തവണ ഇരുന്ന് കഴിയുമ്പോഴേക്കും അവരുമായിട്ട് നമ്മൾ അടുപ്പമാവും. അപ്പൊ അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽസ്. കാരണം സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കും, സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്, നിങ്ങൾ തുടങ്ങിയ ഒരാളായിരിക്കില്ല ഒരു 3 മാസം കഴിയുമ്പോൾ സെയിം രീതിയിലായിരിക്കില്ല നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് വേറെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലെ മാറ്റം അവിടെ സംഭവിക്കണം. അതാണ് ലീഡർഷിപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല ആളുകളെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഭർത്താവിനെയും മകനെയും ഭാര്യയും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾ പുറത്തു വരുമ്പോൾ ഇനി ഈ കുറെ അധികം ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുന്നതിന് നല്ല ലീഡർഷിപ്പ് സ്കിൽസ് ആവശ്യമുണ്ട്. അത് തന്നെ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ഏതൊരാൾക്കും സംഭവിക്കുന്നതാണ്. കാരണം മനുഷ്യൻ എപ്പോഴും ട്രെയിനബിൾ ആണ്, കോച്ചബിൾ ആണ്. വേണമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. അപ്പൊ ഞാനൊരു ഐഡിയ തരികയാണ് നിങ്ങൾക്ക്, എവിടെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആ ബിൽഡപ്പ് വരുമ്പോഴാണ് വളരെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സ്ട്രക്ചറും വോളിയവും ബിൽഡ് ചെയ്യാവുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറുന്നത്. അപ്പൊ പുറകോട്ട് സഞ്ചരിക്കുക ചെയ്ത് അല്ലെ. എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം സ്ട്രക്ചറും വോളിയം എങ്ങനെ വേണം നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ. നിങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നോളജും സ്കില്ലും ബിൽഡ് ആവും. അതിനുശേഷം ഏതൊക്കെ സ്കിൽസാണ് വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം ഇനി ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുക?
ആ ആറ്റിറ്റ്യൂഡ് നോളജ് സ്കില്ലൊക്കെ എനിക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാ സാറേ ഇതിന് പറ്റിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് പറ്റിയ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് പറ്റിയ നോളജ് എവിടെയാ കിട്ടുക? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സ്കിൽസ് എന്തൊക്കെയാ? ഏറ്റവും എളുപ്പം എന്താ? ഇവിടെ ഈ ബിസിനസിന്റെ ഗുണം അതല്ലേ. ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ട് നൂറുകണക്കിന് ആളുകൾ മുകളിലുണ്ടാവും. എന്താ കാരണം? നിങ്ങളുടെ വിജയം അവരുടെയും വിജയമാണ്. ബാക്കി ആരും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരു സ്ഥലത്തും പറഞ്ഞു തരില്ല, ഒന്നും പറഞ്ഞു തരില്ല. നിങ്ങൾ ലക്ഷങ്ങളും കോടികളും പിന്നെയും മുടക്കേണ്ടി വരും പഠിക്കാൻ. ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ വിജയിച്ച ആളുകൾ എന്തായാലും നിങ്ങളുടെ ഓർഗനൈസേഷനിലുണ്ടാവും. നിങ്ങളുടെ തൊട്ട് മുകളിലുണ്ടാവില്ല. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് കമ്പനിക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസറിങ് എവിടെ കിടക്കണം, ആരാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കിടക്കണം, ആരുടെ റാങ്കാ മുകളിലുള്ളത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇതിൽ തന്നെയുണ്ട്. എന്താ, നമ്മുടെ ആപ്പിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മുകളിലുള്ള ഒരു 2-3 ആളുകളുടെ പേരും അവരുടെ നമ്പറും ഒക്കെ ഉണ്ടാവും, നല്ല റാങ്കുള്ള ആളുകൾ. ഇതിൽ വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലൈനെ കണ്ടെത്തണം. അത് തൊട്ട് മുകളിലാവണമെന്നില്ല, അതിന്റെ മുകളിലായിരിക്കും. ചിലപ്പോൾ ഒരു 10 ലെവല് മുകളിലായിരിക്കും, അല്ലെങ്കിൽ 15 ലെവല് മുകളിലായിരിക്കും. പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടെത്തി അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അയാൾക്ക് ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവണം. എന്താ കാര്യം അറിയോ? നിങ്ങൾ പണിയെടുക്കുന്നതുകൊണ്ട് അയാൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യത്തിനാണ് ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അപ്ലൈന്റെ അടുത്ത് പോവാതെ നിങ്ങളുടെ പാരലൽ ലൈനിലോ അപ്പുറത്തെ ലൈനിലോ ഇപ്പുറത്തെ ലൈനിലോ പോയിട്ട് ഒരു അപ്ലൈനെ പോയി കണ്ടാൽ അയാൾക്കറിയാം നിങ്ങൾ എന്ത് ചെയ്താലും അയാൾക്ക് ബിസിനസ് ഇല്ല. അപ്പൊ അത് ഒരു ചാരിറ്റി പോലെ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നല്ലാതെ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് സമയം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസറിങ്ങിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ അടുത്തുനിന്ന് പഠിച്ചെടുക്കുകയാണ്. ആറ്റിറ്റ്യൂഡും നോളജും സ്കില്ലും അയാളുടെ അടുത്ത് പഠിച്ചെടുക്കലാണ് ഏറ്റവും മികച്ചത്. ഇപ്പൊ എന്റെ ടീമില് ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ രാവിലെ 4:50 മുതൽ 6 വരെ മീറ്റിംഗ് ഉണ്ട്. ഈ നെറ്റ്വർക്കിന് പറ്റുന്ന രീതിയിൽ കുറെ ആശയങ്ങൾ വന്ന് ഈ ബിസിനസ്സിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു 65-70ഓളം ആളുകൾ എല്ലാ ദിവസവും രാവിലെ വന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ എന്തെങ്കിലും കുറച്ച് പ്രൊഡക്റ്റിന്റെ കാര്യം പഠിച്ചു എന്തെങ്കിലും പറഞ്ഞ് ഓടി നടന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഈ ബിസിനസ് മാത്രം നിങ്ങൾ വലുതായാലേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഗുണം എന്താണെന്ന് പറയുക, ഈ ബിസിനസ്സിൽ വിജയിച്ചാൽ നിങ്ങളുടെ സമസ്ത ലോകങ്ങൾ വിജയിച്ച പോലെയാണ്. മറ്റു പല ബിസിനസ്സുകളും പൈസ ഉണ്ടാക്കിയാൽ നിങ്ങൾ വിജയിച്ചു എന്ന് പറയും. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ നിങ്ങളുടെ വ്യക്തിത്വവുമായിട്ട് ചേർന്നിട്ടേ ഇത് വിജയിക്കുള്ളൂ. അപ്പൊ ഇവിടെ വിജയിച്ചു വരുന്ന ആളുകൾ എല്ലാ തരത്തിലും വിജയിച്ചാണ്. റെയ്മണ്ട്സിന്റെ ഒക്കെ പറഞ്ഞത് പെർഫെക്റ്റ് മാൻ എന്നൊക്കെ പറയുന്ന പോലെ, റെയ്മണ്ടിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ഇതിനകത്ത് അങ്ങനെ പറ്റൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. സൗന്ദര്യവും ഇതിന്റെ ശാപവും അത് തന്നെയാണ്. ഇതിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സമസ്തമായിട്ടുള്ള ഒരു വികാസം അത് വല്ലാതെ അയാളെ സ്വാധീനിക്കും. അപ്പൊ പണത്തേക്കാൾ കൂടുതൽ ഇവിടെ പലരും ഈ ബിസിനസിനെ സ്നേഹിക്കാൻ കാരണം, ഞാൻ ഉൾപ്പെടെ സ്നേഹിക്കാൻ കാരണം, ആ പ്രോസസ്സിൽ നമ്മൾക്കുണ്ടാകുന്ന വികാസം എന്ന് പറയുന്നത് വേറെ ഒരു സ്ഥലത്തും സംഭവിക്കാത്തതാണ്. അപ്പൊ പലർക്കും ഇതൊരു വലിയ പരിവർത്തനോന്മുഖമായിട്ടുള്ളൊരു ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നോളജിലും സ്കിൽസിലൊക്കെ വന്നിട്ട് വേറൊരു മനുഷ്യനായിട്ട് തികച്ചും പുതിയൊരു മാനവനായി മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറുകയും ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡും നോളജും സ്കിൽസും ഒക്കെ ബിൽഡ് ചെയ്യുക? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട, നേരത്തെ പറഞ്ഞതിന് കണക്ട് ചെയ്ത് പറയുന്നതാണ്, ഈ അപ്ലൈൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്ലൈൻ ഇതിനകത്ത് വളരെയധികം പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന വളരെ മികച്ച രീതിയിൽ ഓടി നടക്കുന്ന ഏതെങ്കിലും ഒരു അപ്ലൈനെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും നിങ്ങളുടെ ഗോൾസിന്റെയും ഒക്കെ ഭാഗമാക്കി മാറ്റുന്നതിലാണ് നിങ്ങളുടെ മിടുക്കിരിക്കുന്നത്. കാരണം നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അദ്ദേഹത്തെയും കൂടി ഒരു പാർട്ട്ണറാക്കി മാറ്റുകയാണ് നിങ്ങൾ. അപ്പൊ ദിവസവും അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സഹായിച്ച് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗോൾ ഷീറ്റ് ഇപ്പൊ നമുക്കൊരു ഒരു 10-12 പേജുള്ള 10 പേജുള്ള ഒരു ആദ്യത്തെ ചുവടുകൾ എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് ആകെ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈൻ്റെ ഒപ്പം ഇരുന്ന് അത് ആ ബുക്ക് ഫില്ല് ചെയ്താൽ എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഞാനിത് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു കോളം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അടുത്ത റാങ്ക് എപ്പോഴാന്നുള്ളതിനെ കുറിച്ച് അപ്ലൈന് വേണ്ടി ഡിസ്കസ് ചെയ്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം കണ്ടുപിടിക്കണം. നിങ്ങൾ എത്ര സമയം ഇടാന്നുള്ളതിനെ ആശ്രയിച്ച് അദ്ദേഹം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്ത റാങ്ക് എപ്പോൾ എത്തണം. അതുപോലെ തന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മുടെ വരുമാനം എന്തായിരിക്കും. വേണമെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊക്കെ ഇവിടെ ഒരു 1 lakh കിടക്കാൻ ഒരു കുഴപ്പമില്ലാത്ത ഒരു കമ്പനിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ സിസ്റ്റവും ടൂൾസും പ്രോസസ്സും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ അത് വേണ്ട രീതിയിൽ നിന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ടൂൾസും നമ്മുടെ പ്രോസസ്സും ഉപയോഗിച്ചാൽ 6 മാസം കൊണ്ട് കിടക്കാം. അപ്പൊ ഞാനൊരു 2-ാം മാസം കൊണ്ട് കടന്നു. പക്ഷെ ഈ 2-ാം മാസം കിടക്കുമ്പോൾ എനിക്ക് ഇത്രയും കാലത്തെ എന്റെ ആറ്റിറ്റ്യൂഡും നോളജും സ്കിൽസും ഒക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പുതിയൊരാൾ വന്നാൽ പക്ഷെ ഇത് പഠിച്ചെടുക്കാൻ, കാരണം നമ്മളൊരു ഫോർമുല കിട്ടിയാൽ പിന്നെ ആ ഫോർമുല വെച്ച് വർക്ക് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണ്. ഒരു 6 മാസം കൊണ്ട് അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ എന്റെ 29 കൊല്ലം ഞാൻ അംബാസഡർ കാർ ഓടിച്ചു ആദ്യം. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചത്. അന്ന് വിചാരിച്ചത് അംബാസഡർ പഠിച്ച പിന്നെ എന്ത് ഓടിക്കാം, അങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് ഡയലോഗ്. അവരുടെ കയ്യിൽ അംബാസഡറേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഞാൻ പിന്നെ മനസ്സിലാക്കണം. അപ്പൊ അത് എന്നെ ഒരു തരത്തിൽ സഹായിച്ചിട്ടില്ല. എന്തിനാ അംബാസഡർ പഠിക്കണമെന്ന്
ഇന്ന് ഗിയർലെസ് ആയിട്ടുള്ള വണ്ടി ഓടിക്കാൻ ഒരാൾക്ക് താല്പര്യമെങ്കിൽ അയാൾ അത് വന്ന് പഠിച്ചു, കാര്യങ്ങൾ പഠിച്ച അയാൾ ഒരാഴ്ച കൊണ്ട് പഠിച്ച അയാൾ മിന്നുന്നുണ്ടാവും. അപ്പൊ പണ്ട് ഞാൻ കടന്നുപോയ പല കാര്യങ്ങളും ഇന്ന് ഒബ്സൊലീറ്റ് ആണ്, അതിന്റെ ആവശ്യമില്ല. അത്രയും വർഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇന്നിപ്പോ ഒരു 5 കൊല്ലം വണ്ടി ഓടിച്ച ഡ്രൈവർ 25 കൊല്ലം വണ്ടി ഓടിക്കാൻ പഠിച്ച ആളുടെ 5 ഇരട്ടി ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഇത് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പത്തിൽ പറ്റും. ഒരു സിസ്റ്റം എടുത്ത് ഒരു പ്രോസസ് എടുത്ത് സിമ്പിൾ ആയിട്ട് കണക്കാക്കി അതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പൊ 6 മാസം കൊണ്ട് തന്നെ വേണമെങ്കിൽ 1 ലക്ഷം കടത്താം. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവുക, എന്നിട്ട് നമ്മൾ ഈ സിമ്പിൾ കാര്യം കൊണ്ട് അടുത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആളുടെ അടുത്ത് പോകുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ആകെ പ്രശ്നമായി മാറുന്നത്. ഓക്കെ, അപ്പം ഇൻകം ആഫ്റ്റർ 6 മന്ത്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം അപ്ലൈനായിട്ടിരുന്നിട്ട്. അതുപോലെ തന്നെ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 4 കൊല്ലം, 5 കൊല്ലം, ഇത്രയും കൊല്ലം ഇതൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ അയ്യോ 5 കൊല്ലം എടുക്കുമോ? എടുത്തോട്ടാണ് എന്താ കുഴപ്പം? ഇല്ലെങ്കിൽ നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞാൽ എന്താവാൻ പോണേ? നിങ്ങൾക്ക് 5 കൊല്ലം കഴിയുമ്പോൾ തോന്നുന്നു തുടങ്ങായിരുന്നു, 5 കൊല്ലം മുമ്പ് തുടങ്ങായിരുന്നു തോന്നും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടാൻ 6 മാസം മതി. പക്ഷെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് 2 കൊല്ലം, 3 കൊല്ലം കൊണ്ടൊക്കെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ് IMC, വേൾഡ് വൈഡിൽ തന്നെ. അപ്പൊ അത് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ അത്ഭുതകരമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ തന്നെ ചെയ്യേണ്ടത് എന്താ? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ എന്താ ഉൽപ്പന്നങ്ങൾ എത്ര വാങ്ങണം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം കൂടുതൽ പൈസ എന്താ പറയുക പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി അപ്ലൈ, അങ്ങനെയല്ല. എത്രമാത്രം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഇനീഷ്യലി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ സോപ്പ്, പേസ്റ്റ്, വീട്ടിൽ ഉപയോഗിക്കാവുന്ന സകല സാധനങ്ങളും അതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ എത്രയോ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് തീർക്കാം. നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ ഒരു 10-15 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് ഫീൽ ചെയ്യും. അപ്പൊ പല്ല് തേക്കുന്ന എക്സ്പീരിയൻസിന് എത്ര നേരം വേണം, എത്ര ദിവസം പല്ല് തേക്കണം? ഒരു തവണ കിട്ടുമ്പോ ഒരു സോപ്പ് അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ഇതൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പൊ ആ ഒരു കോൺഫിഡൻസും ആ ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മള് അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉൽപ്പന്നങ്ങൾ ആദ്യം കൂടുതൽ വാങ്ങിച്ചാലേ സ്വാഭാവികമായിട്ട് അത് തീർന്നിട്ട് രണ്ടാമത് റീപർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഇല്ലാത്തൊരു സാധനം നിങ്ങൾ ഒരിക്കലും എന്താ പറയാ വാങ്ങാൻ പോകുന്നില്ല. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ സാധനങ്ങൾ പരമാവധി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് പ്രവർത്തകർ എന്നുള്ളതിൽ നിങ്ങളുടെ ആദ്യത്തെ കടമയാണ്. അപ്പൊ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലേക്ക് പോകണം എന്നല്ല പറഞ്ഞിട്ട്. കയ്യിൽ ഇല്ലാത്ത പൈസ കടം മേടിച്ച് ഒരിക്കലും വാങ്ങരുത്. നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഒരല്പം കൂടുതൽ വെക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഷെയർ ചെയ്യാൻ പറ്റണം, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം, കുറച്ച് സാമ്പിൾ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മാത്രം ഉപയോഗിക്കല്ല, മറ്റുള്ളവർക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടത് മനസ്സിൽ കരുതിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഒരാൾക്കും കൂടി കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഒരു കുഷൻ അവിടെ ഉണ്ടാക്കി വെക്കണം. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പം മാക്സിമം പ്രൊഡക്ട്സ് വാങ്ങി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സാധനം വേറൊരാളോട് പറയാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ബുക്ക്ലെറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് വേണം. അതിനൊക്കെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് അവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ആ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യണം, അതും അപ്ലൈന്റെ സാന്നിധ്യത്തിൽ. അതിപ്പോ ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ തന്നെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്താൽ. അപ്പം ഇനി വേണ്ടത് എന്താ? നല്ലൊരു പ്രസന്റേഷൻ നടത്താൻ അറിയണം. അപ്പൊ 3 ഷീറ്റ് നമുക്കുണ്ട്. 3 ഷീറ്റിന്റെ ആ വെൽനസ് എന്ന് പറയുന്ന ടോപ്പിക് ഒരു ഷീറ്റ് കൊണ്ട് എങ്ങനെ സംസാരിക്കണം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തിന് എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഉണ്ട്. ഒരൊറ്റ ഷീറ്റേ ഉള്ളൂ. ആ ഒരു ഷീറ്റ് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാം, വെൽനസ് എങ്ങനെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാം, ഈ 2 ഷീറ്റും പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന 2-3 ഷീറ്റുകൾ വേറെ ഉണ്ട്. അത് എന്തിനാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾ മിടുക്കനായി. നിങ്ങൾ 1000 കാര്യങ്ങൾ ചെയ്യണ്ട, ഒരു 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് 1000 തവണ ചെയ്യുന്നതിനാണ് ഇവിടെ വിജയിക്കുന്നത്. അല്ലാതെ എന്നും നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ നോളജ്, പുതിയ പുതിയ പ്രൊഡക്ട്സ്, ഇതിന്റെ പുറകെ പോകണ്ട. പുതിയ പുതിയ സ്റ്റൈല് എന്നും നിങ്ങൾ ഓരോരോ റിസൾട്ട് ഒരാളുടെ അടുത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റൈൽ മാറ്റും, അതിന് രണ്ടാമത് അങ്ങനെ മാറ്റരുത്. സ്ഥിരമായി ഒരേ കാര്യം തന്നെ. അതായത് പ്രൂവൺ സാധനങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ മിടുക്കനാവാൻ നോക്കുക എന്നുള്ളത്. പിന്നെ വർക്ക് എത്തിക്സ്. ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഇനി ഒന്നും വിചാരിക്കരുത്. കോടീശ്വരനാവണത് വെറുതെ കിട്ടുന്നതല്ല. രക്ഷപ്രഭു ആവണതും കോടീശ്വരനാവണതും വന്ന് 4 പേരെ കണ്ടിട്ട് 4 ദിവസം നോക്കിയിട്ട് ഇനി പോകുമ്പോ പോട്ടെ, എത്തുമ്പോ എത്തട്ടെ, ഒന്നും നടക്കുന്ന കാര്യമില്ല, ഈ ആഴ്ച കൂടി നോക്കാം, ഈ മാസം കൂടി നോക്കാം, ഒന്ന് നോക്കാം, നടക്കാൻ നടക്കട്ടെ, അല്ലെങ്കിൽ എന്നെ അടുത്ത പരിപാടി നോക്കാം, ഇങ്ങനെയുള്ളവരൊന്നും എവിടെ എത്തിയ ചരിത്രമില്ല. അപ്പൊ ഇത് മിനിമം ഒരു 7 മുതൽ 10 മണിക്കൂർ വരെയെങ്കിലും ഒരാഴ്ചയിൽ ഇടാൻ പറ്റാത്ത ആൾക്കാർ, പാർട്ട് ടൈമറുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞു. ഫുൾ ടൈമർ ആണെങ്കിൽ ഒരു ദിവസം 15 മണിക്കൂർ ഇട്ടാലും ഞാൻ പറയും അത് അടിപൊളിയാണ്. കാരണം ഞാൻ 15 മണിക്കൂർ മിഷൻ 90 എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ പ്രോഗ്രാം 12 to 15 അവേഴ്സ് 90 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കും പേഴ്സണലി. ഇതിന് മുമ്പത്തെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ 90 ദിവസം അങ്ങനെ ചെയ്താൽ ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്റെ സ്റ്റൈൽ പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് പതുക്കെയും പോവാം, വളരെ പതുക്കെയും പോവാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളെ എത്രത്തോളം അഗ്രസീവ് ആയിട്ട് പോകണം എന്നുള്ളതാണ്. അഗ്രസീവ് ആയിട്ടുള്ള പ്ലാൻ കൈ കിട്ടിയാൽ അഗ്രസീവ് ആയിട്ടുള്ള ആളുകളെ അതുപോലെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം.
അഗ്രസീവ് അല്ലാത്ത പ്ലാനുള്ള സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യാറില്ല, വർക്ക് ചെയ്യേണ്ട കാര്യവുമില്ല. ഓക്കെ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴ്ചയിൽ 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ, ചിലപ്പോൾ നിങ്ങൾ ശനി ഞായർ മാത്രമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിലും ഒരു 10 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ കണക്കെടുക്കും. എല്ലാ ദിവസവും പറ്റണമെന്നില്ല, ചിലപ്പോൾ എല്ലാ ദിവസവും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ ഒരാഴ്ച കയ്യിൽ നിന്ന് പോന്നാൽ പോയി. ഒരാഴ്ച കയ്യിൽ നിന്ന് പോകാൻ ഒരിക്കലും അനുവദിക്കരുത് ഈ ബിസിനസ്സിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ. അപ്പൊ അതിന് 7 ഹാബിറ്റ്സ് പോലുള്ള പുസ്തകങ്ങൾ, ആറ്റമിക് ഹാബിറ്റ് പോലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആ ബുക്കുകൾ വായിക്കണം. അതൊക്കെ നിങ്ങൾ കവറാകുമ്പോൾ നിങ്ങൾ വായിച്ചോളൂ. ഞാൻ പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ് മസ്റ്റ് ആണ്. എല്ലാ ദിവസവും ഇംപ്രൂവ് ചെയ്യണം. അത് ആ 4 ബേസിക്സിൽ തന്നെ ഇംപ്രൂവ് ചെയ്യണം. നമ്മുടെ ആറ്റിറ്റ്യൂഡും നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്യണം. നമ്മുടെ മുഖം പിടിക്കുന്ന രീതി ഇംപ്രൂവ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കും. ഒരു ദിവസം അത് മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നടക്കും. അപ്പം അങ്ങനെ അത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ക്ലർക്കാണെങ്കിൽ അതിന് ഇമ്പോർട്ടന്റ് അല്ല. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ നമ്മളിപ്പോ ടീഷർട്ട് ഇട്ടോ അല്ലെങ്കിൽ നമ്മളൊരു നിക്കർ ഇട്ട് അത് കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മൾ ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നതല്ല, നമ്മൾ സിസ്റ്റമായിട്ടാണ് ഡീൽ ചെയ്യണം അല്ലെ. ക്യാഷ് ആയിട്ട് ഡീൽ ചെയ്യണം, സിസ്റ്റമായിട്ട് ഡീൽ ചെയ്യണം. ഇത് മനുഷ്യരായിട്ട് ഡീൽ ചെയ്യണം. അപ്പൊ കുറച്ച് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റുകൾ നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവരണം, അതിന് കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കര സീരിയസ്നെസ് ആണ്. അപ്പൊ ഈ ദേഷ്യം വരുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കുറയും. ഇപ്പൊ ചിരിക്കുന്ന മുഖമായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത വലിയൊരു കഴിവാണ്. ഇതിനകത്ത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് പറ്റാറില്ല പലപ്പോഴും. ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അതായത് എപ്പോഴും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ 6 മാസം വരെ, ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ 6 മാസം വരെ അവനവനെ ജഡ്ജ് ചെയ്യുന്ന പരിപാടി നിർത്തി. ഞാൻ അത്ര പോരാ, ഞാൻ വർക്കാവും തോന്നില്ല എന്നൊന്നും ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങളൊക്കെ മതി ഇതിനകത്ത്. അതാണ് സത്യം. ഒന്നും വേണ്ട ഇതിനകത്ത്. വെറുതെ ജോയിൻ ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാൻ പറയുന്ന ഒരു പ്രക്രിയ നടത്തണം. കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കണം. അല്ലാതെ വേറെ ഒന്നും ഇവിടെ മലമറയ്ക്കാനില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു വരണേ ഉള്ളൂ. പുതിയതായിട്ട് ക്ലച്ച് പിടിച്ചു വരണം. അപ്പൊ അതുകൊണ്ട് 6 മാസത്തിനുള്ളിൽ അവനവനെ ജഡ്ജ് ചെയ്യരുത്, മറ്റുള്ളവരെയും ജഡ്ജ് ചെയ്യരുത്. അപ്ലൈനെ ജഡ്ജ് ചെയ്യരുത്, കമ്പനിയെ ജഡ്ജ് ചെയ്യരുത്, ഇതൊന്നും ചെയ്യരുത്. 6 മാസം ഒരു പഠനകാലമായിട്ട് കണക്കാക്കും. ബാക്കി എന്തെല്ലാം കഴിഞ്ഞു അല്ലെ, ഇത്രയും വർഷങ്ങൾ എന്തെല്ലാം കോഴ്സുകൾ പഠിച്ചു നിങ്ങൾ ഇല്ലേ? എന്നിട്ട് വലിയ ഇമ്പ്രൂവ്മെന്റ് വല്ലതും ഉണ്ടായോ? 10ാം ക്ലാസ് വരെ പഠിച്ചു, പ്രീ ഡിഗ്രി, ഡിഗ്രി, PG, അത് ഇത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എത്ര വർഷങ്ങളെ കളഞ്ഞേ. ഇത് ജീവിതം മാറി മറിയാനുള്ള ഒരു സ്ഥലത്ത്, നമ്മളെയും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, കാര്യങ്ങൾ ഭംഗിയാവുന്ന സ്ഥലത്ത് ഒന്നും നഷ്ടപ്പെടാനില്ലാതെ എത്ര തവണ വേണമെങ്കിൽ പരാജയപ്പെടാനുള്ള അവസരം തരുന്നു. പെറ്റമ്മ പോലെ പോറ്റമ്മ പോലെ എത്ര തവണ തിരിച്ചു വന്നാലും ഓക്കെ. കാരണം ഇവിടെ സ്കൂള് പോലെ നിങ്ങളെ തോപ്പിക്കാൻ ആരുമില്ല. ജോലിയെ പോലെ പറഞ്ഞു വിടാൻ ആരുമില്ല. ബിസിനസിനെ പോലെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്താ നഷ്ടപ്പെടാനില്ല? ഒന്നും നഷ്ടപ്പെടാനില്ല. കുറച്ച് ആളുകൾ, വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ വിലയില്ലാത്തവരായിട്ട് കണക്കാക്കും കുറച്ച് കാലത്തേക്ക്. നിങ്ങൾ അയ്യേ എന്താ ഞാൻ കാണിക്കണേ, അയ്യേ ഇതാണ് അപ്പൊ ചെയ്യണമെന്നൊക്കെ അവര് പറയും. കാരണം അവർക്ക് ഇതിനെ കുറിച്ച് വിവരമില്ല. അപ്പൊ വിവരമില്ലാത്തവരുടെ മുമ്പിൽ വിലയില്ലാത്തവരായിട്ട് കാണപ്പെടും. എത്ര കാലം? ഒരു 6 മാസം കാണപ്പെടും. അത് ആ വില നിങ്ങൾ കൊടുക്കണം. ഇവിടെ കൊടുക്കേണ്ട ഏക വില അതാണ്. ഒരു ട്രെയിനിങ് കാലമായിട്ട് കണക്കാക്കണം. ഓക്കെ. പിന്നെന്താ വേണ്ടേ? ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇതൊക്കെ നിങ്ങൾ തെറ്റിപ്പഠിച്ചിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ വിജയമാണ് നമ്മുടെ വിജയം. സത്യമാണ്, അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർ വിജയിക്കേണ്ട വിജയിക്കില്ല. പക്ഷെ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ഇല്ല, നിങ്ങൾ ഒരാൾ പോലും പാർട്ട്ണർ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഒരു 10-30 കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് വാങ്ങുന്നവരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല. അവിടെ ഒരു പാർട്ട്ണറുടെ ആവശ്യമില്ല. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ ഒരു 30 പേര് സാധനങ്ങൾ സ്ഥിരമായി വാങ്ങുന്നു. ഇത്ര സാധനമില്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങി സ്ഥിരമായി വാങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഒരു സൂപ്പർ സ്റ്റാർ എന്നാണ്. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾ ഓടി നടക്കണം. നിങ്ങൾ വിജയിച്ചതിന് ശേഷം മാത്രമേ ആ വിജയത്തിലേക്ക് ഒരാളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റൂ. നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു സാധനം നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ സക്സസ് ഉണ്ടെങ്കിൽ ആ സക്സസിലേക്ക് എത്തിക്കാം. ഒരു റാങ്കിൽ എത്തിയാൽ ആ റാങ്കിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ ആ വഴി കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ കടന്നു പോകാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് ഒരാളെ നയിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം നിങ്ങളുടെ വിജയം, അത് കഴിഞ്ഞ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഡൗൺലൈൻസിന് പകർത്തലുമാണ് നിങ്ങളുടെ പണി. അപ്പൊ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആവുകയും മറ്റുള്ളവരെ സൂപ്പർ സ്റ്റാർ ആക്കുകയും ചെയ്താൽ ഇവിടെ കഴിഞ്ഞു. ഇവിടെ കൊഹിനൂർ എന്ന് പറയുന്ന ആള് പോലും ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ഉള്ള ഒരാൾ ഇവിടെ വന്നിരിക്കുകയാണ് ഈ കമ്പനിയുടെ എന്ന് വിചാരിക്കുക. അയാൾ എന്താ? ബേസിക്കലി അയാൾ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അയാള് ആ സൂപ്പർ സ്റ്റാർ ആക്കി ഒരു 16 പേരെ സൂപ്പർ സ്റ്റാർ ആക്കിയപ്പോ അയാളുടെ പേരെന്തായി? കൊഹിനൂർ എന്നായി. ഒരാളെ ആക്കിയാൽ അയാളുടെ പേര് സിൽവർ എന്നാണ്, 2 പേരെ ആക്കിയാൽ ഗോൾഡ് എന്നാണ്, 3 പേരെ ആക്കിയാൽ റൂബി എന്നാണ്. ഇങ്ങനെ ഈ ഒരു കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർസിനെ ആക്കാം. അപ്പൊ അങ്ങനെ താഴെ സൂപ്പർ സ്റ്റാർ വരുന്നു, അങ്ങനെ ഒരു ടീം വരുമ്പോൾ അതിന്റെ പേര് ചെയർമാൻ, അങ്ങനെ റാങ്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പൊ ബേസിക്കലി സൂപ്പർ സ്റ്റാർ ആവലും സൂപ്പർ സ്റ്റാർ ആക്കലുമാണ് ഈ പരിപാടി. വേറെ ഒന്നുമില്ല. അപ്പൊ ആദ്യം നിങ്ങളായി തീരുക, എന്നിട്ട് ആക്കി തീർക്കുക. ഓക്കെ. ഇനി പ്രൊഫഷണൽ ആയിട്ട് നീങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് പ്രൊഫഷണൽ? ഏതിലും പ്രൊഫഷണൽസ് ആണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക. അപ്പൊ ഒരു പ്രൊഫഷണൽ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കണം.
ഒരു 10 കസ്റ്റമർ നെറ്റ്വർക്ക് എങ്കിലും സ്വന്തമായിട്ടുണ്ടാവണം. അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? അത് നമുക്കൊരു ലെജിറ്റിമസി കൊണ്ടുവരും. നിയമപരമായിട്ടും എത്തിക്കലായിട്ടും നമുക്ക് ആത്മവിശ്വാസം വരും. എല്ലാവർക്കും ബിസിനസ് ആവശ്യം ഉണ്ടാവണമെന്നില്ല. അവർക്ക് എല്ലാവരും ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതാണെന്നില്ല. ഒരു അവസരം നോക്കി നടക്കുന്ന ആളുകളാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. അവർക്ക് പക്ഷെ എന്താവശ്യം ഉണ്ടാവും? അവരുടെ പോഷകാഹാരക്കുറവ് അവർക്ക് മാറ്റണമെന്നുണ്ടാവും. അവർ നിലവിലുള്ള ജോലിയെയും ബിസിനസിനെയും നിലവിലുള്ള പ്രൊഫഷനെയൊക്കെ സഹായിക്കാൻ പാകത്തിനുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് ആവശ്യമുണ്ടാവും. നല്ല ഉൽപ്പന്നം അത് നിങ്ങൾ കൊടുക്കുക. അപ്പം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു 10 കസ്റ്റമേഴ്സിന്റെ എങ്കിലും 10 കുടുംബത്തിനെങ്കിലും നമ്മുടെ ഉണ്ടാവണം, കസ്റ്റമർ ഉണ്ടാവണം. അത് എന്നാലേ ഒരു പ്രൊഫഷണൽ ആവുള്ളൂ. അപ്പൊ നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ നിങ്ങൾക്ക് കാണിക്കാനും റിസൾട്ടുകൾ കാണിക്കാനും വളരെ എളുപ്പമുണ്ടാവും. വളരെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആവുന്നതിന് നല്ലൊരു കസ്റ്റമർ നെറ്റ്വർക്കിന്റെ അടിത്തറ ആവശ്യമാണ്. അതുപോലെ ദിവസവും പ്രസന്റേഷൻസ് നടത്തണം. ആരും കിട്ടിയില്ലെങ്കിൽ കൂട്ടുകാരനെ വിളിച്ച് ചെയ്യണം. എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ പഠിക്കാനാന്ന് പറഞ്ഞാൽ മതി ഒരാൾക്കാർക്ക്. ഞാനൊരു പ്രസന്റേഷൻ ചെയ്യട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പറഞ്ഞു. അവർ സാധനം വാങ്ങണ്ട, അവർ ചേരുകയും വേണ്ട. പക്ഷെ പ്രസന്റേഷൻസ് ഡെയിലി ചെയ്ത് നമ്മുടെ വായിൽ ഉരുളണം ആ വാക്കുകൾ. അതുപോലെ എന്തൊക്കെ ഫംഗ്ഷൻ കമ്പനിയുടെ ഉണ്ടോ അത് മുഴുവൻ പോയി അറ്റൻഡ് ചെയ്യണം. ട്രെയിനിങ്സ് മുഴുവൻ അറ്റൻഡ് ചെയ്യണം. എല്ലാ ട്രെയിനിങ്ങും എന്തെങ്കിലും കിട്ടും. എല്ലാ മീറ്റിങ്ങുകളും പറ്റുന്ന എല്ലാ കമ്പനി മീറ്റിങ്ങുകളും ഫംഗ്ഷണൽ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. എന്നാലേ പ്രോ ആവുള്ളൂ, കോർ ആവുള്ളൂ. അതുപോലെ എന്നും നേരത്തെ പറഞ്ഞ പോലെ നോളജും ആറ്റിറ്റ്യൂഡും സ്കില്ലും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കേ വേണം. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. നല്ലതല്ലേ? നമുക്ക് തന്നെ നന്മ വരുന്നത് അല്ലെ? ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ടീം. ടീമിലെ ആളുകളുടെ ഉത്തരവാദിത്വം നമ്മുടെയാണ്. ടീം മെമ്പേഴ്സിന്റെ ഉത്തരവാദിത്തം എടുക്കണം. നാളെ അവർ തിരിഞ്ഞു നോക്കിയിട്ട് താൻ എന്ത് ചെയ്തുകൂടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നമുക്കുണ്ടാവും. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഓരോ ആൾ താൻ എന്താ തനിക്ക് വേണ്ടി ചെയ്തത്, എന്തെങ്കിലും നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് ആൻസർ കൊടുക്കാനുണ്ടാവും. അത് ആ ഉത്തരവാദിത്തം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതുപോലെ എപ്പോഴും അപ്ലയൻസിനെ എഡിഫൈ ചെയ്യുക. കാരണം എഡിഫൈ ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞാൽ എഡിഫൈ ചെയ്യല്ലേ ചെയ്യണം. അപ്ലയൻസിന് എന്തെങ്കിലുമൊക്കെ ഗുണകരമായ കാര്യങ്ങളുണ്ടാവും. ആ ഗുണകരമായ കാര്യങ്ങളെ എപ്പോഴും എഡിഫൈ ചെയ്തുകൊണ്ട് അവരെ എപ്പോഴും അതൊരു നേച്ചറാക്കി മാറ്റണം. ഓർഗനൈസേഷൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ എപ്പോഴും എഡിഫൈ ചെയ്തേ സംസാരിക്കാവൂ. അതുപോലെ തന്നെ എപ്പോഴും ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക, പ്രോസസ്സ് ഫോളോ ചെയ്യുക, ടൂൾസ് ഫോളോ ചെയ്യുക. കാരണം നമുക്ക് നമ്മളെപ്പോലെ ഒരാള് വേറെ ഒരു ലോകത്തില്ല. നമ്മുടെ അച്ഛനമ്മമാര് വിചാരിച്ചാൽ പോലും നമ്മളെപ്പോലെ ഒരാളെ ഇനി രണ്ടാമത് സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. ആവത് കാലത്ത് പോലും പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ് ഈ ബിസിനസ് എങ്കിൽ എന്തേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ? വ്യക്തിയല്ല ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോസസ്സിനെ, ഒരു സിസ്റ്റത്തെ, ഒരു ടൂളിനെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക. ഇത് എന്തായാലും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതവണ ഇത് റെഫർ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകും കേട്ടോ. അത് പറഞ്ഞെന്ന് മാത്രം. ഇനി എന്താ വേണ്ടത്? ന്യൂ ലൈഫ് കമ്മ്യൂൺ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അത് എന്തുകൊണ്ടായിരിക്കണം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ്മെന്റിലേക്ക് പോകാറുണ്ട്. അതിന് കാരണം ഈ ലോകവ്യാപകമായിട്ട് മികച്ച ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ചില മെത്തേഡുകൾ നമ്മൾ പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്തുകൊണ്ടാണ്. അപ്പൊ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് മാറ്റില്ല, ആരായാലും മാറ്റില്ല അല്ലെ? അപ്പൊ അതിന് ഏറ്റവും വിജയിക്കാൻ സഹായിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മിഷൻ 90, പ്രൊജക്ട് 100, ടൈഗർ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാംസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു മുഖമുദ്ര തന്നെ അതാണ്. നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ റീസൺ, കാരണം ഇതൊക്കെയാണ്. കാരണം ആദ്യത്തെ 90 ദിവസം നമ്മൾ സാധാരണ പോലെ പോകാൻ അനുവദിക്കില്ല. ആദ്യത്തെ 90 ദിവസം വളരെ സീരിയസ് ആയിട്ട് പറ്റുന്ന ആളുകളെല്ലാം പരമാവധി സമയം ആ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് പരമാവധി സമയം ഇടുന്ന ഒരു മോഡലിനെയാണ് മിഷൻ 90. അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഉപ സിസ്റ്റങ്ങളുണ്ട്. എന്ത് രാവിലെ 4:50 തൊട്ട് 6 വരെ എണീക്കുന്ന ആളുകൾക്ക് എന്നും മോട്ടിവേഷൻ കിട്ടാൻ പാകത്തിനുള്ള നോളജും ആറ്റിറ്റ്യൂഡും സ്കില്ലും ഡെവലപ്പ് ചെയ്യാനുള്ള വേൾഡ് ക്ലാസ് നെറ്റ്വർക്കേഴ്സിന്റെ സംസാരം, അത് ട്രാൻസ്ലേഷൻ, അങ്ങനെ പലതും നടക്കുന്നുണ്ട് രാവിലെ. അപ്പൊ അത് അവരെ ചൂട് പിടിച്ച് നിൽക്കാനും അതിനെ സഹായിക്കുന്ന രീതിയിൽ ഒരു ടീമിന്റെ കൂടെ മൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ ഇത് ഈ നോളജ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പറ്റിയ അന്തരീക്ഷം ഒരുക്കുക എന്ന് പറയുന്നത്, കളം ഒരുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ ലൈഫ് കമ്മ്യൂൺ അത്തരത്തിലുള്ള ഒരു മണ്ണുള്ള സ്ഥലമാണ്. അപ്പൊ മിഷൻ 90 എന്താണെന്ന് പഠിക്കുക. നിങ്ങളുടെ അപ്ലയൻസ്, സീരിയസ് ആയിട്ടുള്ള അപ്ലയൻസ് തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിച്ചു തരിക. ഇങ്ങനെയാണ് മിഷൻ 90 കൊണ്ടു നടക്കണമെന്ന്. അപ്പം കുറച്ച് കൂടുതൽ സമയം, ഇപ്പം പാർട്ട് ടൈമർ ആണെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ വൈകുന്നേരം 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ 5:30 ഓഫീസിൽ നിന്ന് 11 മണി വരെ വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്യാൻ പറ്റില്ല, പറ്റായൊന്നുമില്ല. വർക്ക് ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ നടക്കും. അത് 90 ദിവസം മതി, എല്ലാ കാലവും വേണ്ട. വെറും 90 ദിവസം മതി. പക്ഷെ ആ 90 ദിവസത്തെ ഒരു അടിസ്ഥാനം നിങ്ങളുടെ 6 ഡിജിറ്റ് 7 ഡിജിറ്റ് ഇൻകം, 6 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്, 7 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 1 ലക്ഷം 10 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കപ്പെടുന്ന അടിത്തറ പണിയാനായിട്ട്. കാരണം താജ്മഹൽ നിങ്ങൾ പണിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ താജ്മഹലാണ് പണിയണമെങ്കിൽ, അല്ലെങ്കിൽ കുത്തബ് മിനാറാണ് പണിയണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പില്ലർ ഇറക്കണം അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വർക്ക് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ ചിലരുടെയൊക്കെ ജീവിതത്തിൽ മിഷൻ 90 ഒരിക്കലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ലൈഫിൽ ഒരിക്കൽ മിഷൻ 90 ചെയ്ത് സെറ്റായ ആളുകളുണ്ട്, നിരവധി ആളുകൾ.
അപ്പൊ അങ്ങനെ വന്നിട്ടില്ലെങ്കിലോ വേണമെങ്കിൽ എല്ലാ വർഷവും ചെയ്യാം. ചില ആളുകൾ വലിയ ഡിജിറ്റ്, അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് 1 crore 2 crore ഒക്കെ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട് ലോകത്ത്. അപ്പൊ അവര് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു 3 മാസം മിഷൻ 90 അടിക്കുക, 5 കൊല്ലത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ഒരിക്കൽ മാത്രം ചെയ്യണ്ടാവും, ചിലർ ചെയ്യുന്നുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നാ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ പ്രൊജക്ട് 100 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ 100 പേരെ സ്പോൺസർ ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ തന്നെ സൃഷ്ടിക്കുക. നമ്മുടെ പ്രൊജക്ട് അത് കഴിഞ്ഞ് വരുന്ന ഒരാൾ വ്യത്യാസമുള്ള ഒരാളാണ്, രണ്ട് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 100 പുഷപ്പ് എടുക്കുന്ന പോലെ പ്രൊജക്ട് 100 അത് നിർത്തിപ്പോണെങ്കിൽ പോകട്ടെ, നോ പ്രൊഫഷൻ, നമ്മൾ 100 പേരെ സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് പ്രൊജക്ട് 100. അതിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, സർവേ ഫോം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രൊജക്ട് 100. അതൊന്ന്. ടൈഗർ പ്രോഗ്രാം എവറി 90 ഡേയ്സ് നമുക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ട്. 2 നൈറ്റ് 3 ഡേ. അപ്പൊ 2 രാത്രി 3 പകലും എന്താണ് അവിടെ നടക്കുന്നത്? ഓരോ മണിക്കൂറും പ്ലാൻ ചെയ്ത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നെറ്റ്വർക്കിലെ ആളുകളെ നിലനിർത്താനും അവർക്ക് പ്രശ്നങ്ങൾ വന്നാൽ അത് അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കില്ലൊക്കെ മാറ്റുന്നത്. ടൈഗർ എന്ന് പറഞ്ഞാൽ ടഫ്. ടി സ്റ്റാൻഡ്സ് ഫോർ ടഫ്, യു വിൽ ബിക്കം ടഫ്. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിപെൻഡന്റ്, നിങ്ങൾ ആശ്രിതനല്ലാതെ നിങ്ങൾ സ്വന്തം കാലം നിൽക്കും. അപ്പൊ ടഫായി, ഇൻഡിപെൻഡന്റ് ആയി, ഗോ ഗെറ്റർ, നിങ്ങൾ പിടിച്ചടക്കി, ഗോ ഗെറ്റർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ, നിങ്ങൾ വേറെ ആരും നോക്കില്ല, നമ്മളാണ് ഇറങ്ങിത്തിരിക്കാന്ന് പറയും. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളായി മാറും. ഇ ഫോർ എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക്, വളരെ ഉത്സാഹശീലമുള്ള ഒരാളാണ്. ആർ ഫോർ റിസോഴ്സ്ഫുൾ ആണ്, നിങ്ങൾക്ക് റിസോഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറും. ഇതൊക്കെയാണ് ഈ ടൈഗർ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറൊരു കടുവ അലറുന്ന പോലെ എന്നുള്ളതല്ല. നിങ്ങൾ വളരെ ഒരു മികച്ച പോരാളിയായിട്ട് പുറത്തു വരും. കാരണം വേൾഡ് ക്ലാസ്, ഏറ്റവും മികച്ച വേൾഡ് ക്ലാസ് ട്രെയിനിങ് ആണ്. അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ വ്യാഖ്യാന സഹിതം നമ്മുടെ കമ്പനിയിലുള്ള വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കണക്ട് ചെയ്യുന്നത് വലിയ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനെ അതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്, ഇത്രയും ആളുകളുടെ എക്സ്പീരിയൻസ്. അപ്പം ഇതൊക്കെയാണ് ഈ വളരെ സാമാന്യ രൂപത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന പ്രത്യേകതകൾ, നിങ്ങൾ കടന്നു പോകേണ്ട സ്ഥലങ്ങൾ. പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് മറ്റു പല സ്ഥലങ്ങളിലും 25 കൊല്ലോ 30 കൊല്ലോ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് കിട്ടാത്ത തരത്തിലുള്ള നോളജും ആറ്റിറ്റ്യൂഡും സ്കില്ലും ഇവിടെ നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഔട്ട്പുട്ട് വളരെ വളരെ വലുതായിരിക്കും. അപ്പൊ പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് മൂവ് ചെയ്യണം. ഓൺലൈൻ എന്ന് പറയുന്നത് ഹൈടെക് ആണ്. ഒരു മൊബൈലിനെയാണെങ്കിൽ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഒന്നുമില്ല, വലിയ സംഭവമൊന്നുമില്ല. ഇവിടെ വാട്സപ്പിനെയും സൂമിനെയും ഒക്കെ ഉപയോഗിച്ച് പഠിക്കണം, അല്ലാണ്ട് വരില്ല. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ആളുകൾ എത്തില്ല. ആളുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ മക്കളെ കാണണമെങ്കിൽ പോലും അവിടെ പോയിട്ട് എന്തെങ്കിലും കാണിച്ചാലേ അല്ലെങ്കിൽ പറഞ്ഞാലേ അവർ കേൾക്കുള്ളൂ. മുകളിലിരിക്കുന്ന തൊട്ട് മുകളിലുള്ള ആളുടെ മുകളിലത്തെ റൂമിൽ ഇരിക്കണ്ടോ, പക്ഷെ അയാളെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇന്നത്തെ ലോകം. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഓഫ്ലൈനിലും പോകണം. എന്താ കാര്യം അറിയോ? ഹൈടെക് ആയി മാറിയിട്ട് കാര്യമില്ല, റിലേഷൻഷിപ്പ് കുറയും. അപ്പം ഓഫ്ലൈൻ പരിപാടികൾ, നേരിട്ട് കണ്ടുകൊണ്ടുള്ള പരിപാടികൾ വേണം. അത് നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ. അതിനെ ഹൈ ടച്ച് എന്ന് വേണമെങ്കിൽ വിളിക്കണം, ഹൈ ടച്ച്. മറ്റേത് ഹൈടെക് എന്ന് വിളിക്കാം. ഹൈടെക്കും വേണം ഹൈ ടച്ചും വേണം ഇന്നത്തെ കാലത്ത്. മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും എന്ത് വന്നാലും സ്നേഹം, ദയാവായ്പ്, കരുണ, അതുപോലെ തന്നെ പരിഗണന, റെസ്പെക്ട്, ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല കേട്ടോ എല്ലാ കാലത്തും. ഇപ്പൊ റെസ്പെക്ട് കൊടുക്കാത്ത ഒരു സ്ഥലത്ത് ആരും ഇരിക്കില്ല. അപ്പം റെസ്പെക്ട് കൊടുക്കാൻ പഠിക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നെറ്റ്വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ആളുകളെ ഒരുമിച്ച് ചേർത്ത് കൂട്ടായ്മയിലൂടെ നടത്തിക്കൊണ്ട് പോകുന്ന കാലാനുവർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യകാലം മുതലുള്ള കാലാധിവർത്തിയായിട്ടുള്ള പ്രിൻസിപ്പിൾസിനൊന്നും ഒരിക്കലും മാറ്റമില്ല, അല്ലെ? സത്യസന്ധത, ക്ഷമാശീലം, സ്നേഹം, അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ഇതിനൊന്നും വേറൊന്നും പകരം വെക്കാനില്ല. അതിനൊന്നും ഒരു മാറ്റമില്ല. അപ്പൊ മൂല്യങ്ങൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ടെക്നോളജി മാറിയെന്നതിന് മൂല്യം മാറുന്നില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാത്ത ആളുകളെയും കൂടെ നടക്കാൻ ആളുകൾ താല്പര്യം ഉണ്ടാവും. സ്വന്തം പാരന്റ്സിനെ കൂടുതൽ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. അപ്ലയൻസിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭർത്താവിനോട് പലരും പറയാത്ത കാര്യങ്ങൾ അപ്ലൈനോട് പറയും. ഭാര്യയോട് പോലും പറയാത്ത കാര്യങ്ങൾ അപ്ലൈനോട് പറയുന്ന രീതിയിൽ വരെ ആളുകൾ വിശ്വാസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് മറക്കാതിരിക്കുക. ഇനി ഈ ബിസിനസിന്റെ ബ്ലഡ് എന്താണെന്ന് ചോദിച്ചാൽ 2 ബ്ലഡ് ഉണ്ട്. ടെക്നിക്കൽ ബ്ലഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ടെക്നിക്കൽ, സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ബിസിനസിന്റെ ബ്ലഡ് എന്ന് വെച്ചാൽ സ്ഥിരമായി വാങ്ങപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇതിന്റെ ബ്ലഡ്. അത് സ്ഥിരമായി വാങ്ങപ്പെടുമ്പോൾ മാത്രമാണ് ഈ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വരുമാനം, പാസീവ് ഇൻകം വരുന്നു. വളരുന്ന ഒരു പാസീവ് ഇൻകം കിട്ടുന്നത് മാത്രമല്ല, വളരുന്ന ഒരു പാസീവ് ഇൻകം, കൂടുതൽ ആളുകൾ കടന്നു വന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പാസീവ് ഇൻകം. അപ്പം ശരിക്കും ബ്ലഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ,
മൂവ് ചെയ്യുന്നതാണ്. പക്ഷെ ഉൽപ്പന്നങ്ങൾ തന്നെ മൂവ് ചെയ്യില്ല. ഉൽപ്പന്നങ്ങൾക്ക് കാലും കൈയൊന്നുമില്ല. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അതാണ് ബ്ലഡ് ഈ ബിസിനസിന്റെ. അപ്പൊ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ആരോട്? അപ്ലൈൻ ഡൗൺലൈനോടൊന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 10, 15, 20 കൊല്ലം കഴിഞ്ഞു അവരെന്നെ വിളിക്കണില്ല. ആ പുള്ളി എന്നെ ചേർത്തിട്ട് പോയി, പിന്നെ വിളിച്ചിട്ടില്ല. വിളിക്കേണ്ടത് നേരെ അങ്ങോട്ടാണ്. കാരണം ഡൗൺലൈൻസ് 1000 പേരുണ്ട്, അല്ലെങ്കിൽ 1500 പേരുണ്ട്. എനിക്ക് ഈ 1500 പേരെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. പക്ഷെ എല്ലാവരും അവരവരുടെ ഒരു അപ്ലൈനേ ഉള്ളൂ. ആ അപ്ലൈൻ നമ്മളെ ചേർത്ത ആളാവണമെന്നില്ല. സീരിയസ് ആയിട്ട് ആരുടെ കൂടെയാണോ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് സീരിയസ് ആയിട്ട് പോകണം, ആ അപ്ലൈനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത് വേറൊരു ജോലി പോലെ ആക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അപ്ഡേഷൻസ് പോണം. എന്നാൽ മാത്രമേ അപ്ലൈന്റെ റഡാറിൽ നിങ്ങൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. കാരണം ഇത് വോളണ്ടറിങ് ആണ്. ആരാണോ സീരിയസ് ആയിട്ടുള്ള അവരുടെ കൂടെ നടക്കാനേ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ആരൊക്കെയാണോ സീരിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആണെന്ന് നമ്മളെങ്ങനെ അറിയാം? അതീന്ദ്രിയ രഹസ്യം നമുക്ക് അറിയില്ലല്ലോ. അതീന്ദ്രിയ ജ്ഞാനമൊന്നുമില്ല അവർ ചെയ്യേണ്ടത്. നമ്മളത് പറയാൻ തയ്യാറാണ്. ഇന്നത്തെ അതുകൊണ്ട് എന്താണ്, ഇന്ന് വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട്, വാട്സപ്പ് മെസ്സേജുകൾ ഉള്ളതുകൊണ്ടും വോയിസ് ക്ലിപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയാം. അപ്പൊ 1 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ ഡബിൾ സ്പീഡിൽ ഇട്ടാൽ അപ്ലൈന് 30 സെക്കൻഡ് കൊണ്ട് കേൾക്കാം. സോ 100 പേരുടെ റിപ്പോർട്ട് കേൾക്കാൻ വേണ്ടി പോലും, അല്ലെങ്കിൽ അപ്ഡേഷൻ കേൾക്കാൻ ഇന്ന് ആകെ വേണ്ടത് എത്രയാ? 50 മിനിറ്റ് മതി. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ അത് ചെയ്യും. നമ്മുടെ ടീം അംഗങ്ങൾ 100 പേര് അത് ചെയ്യുകയും ചെയ്ത് ആലോചിച്ച് നോക്കൂ എങ്ങനെയായിരിക്കും ആ ബിസിനസ് പോകാന്ന്. അപ്പൊ ടെക്നോളജിയുടെ ചിറകുകളിൽ ഈ ബിസിനസ്സിന് പറക്കാൻ കഴിയും. അപ്പൊ അത് മറക്കാതിരിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ പുതിയ ശീലങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ശീലങ്ങളാക്കി മാറ്റണം. ഇനി അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം, ഇത് അവസാനത്തെ പോയിന്റുകളാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. പക്ഷെ ഞാനിത് എഴുതി വെച്ചിരുന്ന പ്രൊഫഷണൽ, അത് കാരണം പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മുഴച്ചു നിൽക്കണം. കാരണം വെറും പേഴ്സണൽ റിലേഷൻഷിപ്പും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒരു വിക്രമാദിത്യൻ വേതാളത്തിനെ കൊണ്ടു നടക്കുന്നു. വേതാളം വിക്രമാദിത്യന്റെ തലയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്നും കൊണ്ടു നടക്കുന്ന അപ്ലൈൻ, ഡ്രൈവ് ചെയ്യുന്ന അപ്ലൈൻ, അവനും സുഖം, അപ്ലൈനും സുഖം. അപ്ലൈൻ ഒരു തരം കൊടുക്കുന്നതിന്റെ ഫീലിംഗ്, ഇയാള് എടുക്കുന്നതിന്റെ ഫീലിംഗ്, ഇത് രണ്ടും ചേർന്നിട്ട് ഇങ്ങനെ പോകുന്ന വിക്രമാദിത്യ വേതാള കഥകൾ ധാരാളം നമുക്ക് ഈ നെറ്റ്വർക്കിൽ കാണാം. അത് എവിടെ എത്തില്ല. ഇറ്റ് വിൽ നോട്ട് റീച്ച് എനിവേ. ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്ലൈനും ഡൗൺലൈൻ അണ്ടർ യൂസ് ചെയ്യരുത്. അപ്ലൈനെ ഉപയോഗിക്കാത്ത ആൾക്കാർ മണ്ടന്മാരാണ്. പക്ഷെ ഓവർ യൂസ് ചെയ്താൽ അപ്ലൈൻ പിന്നെ ഫോൺ എടുക്കാണ്ടാവും. ഓവർ യൂസ് ചെയ്യരുത്. എന്താണോ അദ്ദേഹത്തെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടെ മാത്രം ഉപയോഗിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും അപ്ലൈനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഒരിക്കലും. അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനവൻ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ അപ്ലൈനെ ഇൻവോൾവ് ചെയ്യും. ആവശ്യത്തിന് മാത്രം ഇൻവോൾവ് ചെയ്യും. അതിനാണ് ഒപ്റ്റിമൽ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അണ്ടർ യൂസ് ചെയ്യരുത്, ഓവർ യൂസ് ചെയ്യരുത്. ഒപ്റ്റിമം ലെവലിൽ യൂസ് ചെയ്യാനായിട്ട് പഠിക്കും. ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം പഠിക്കും, ഒരു പ്രശ്നമില്ല, അത് ചെയ്തോളും. പക്ഷെ എപ്പോഴും ഇത് മനസ്സിലുണ്ടാവണം, ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി കാരണം ആ റിലേഷൻഷിപ്പ് കട്ടായാൽ ഇതിനകത്തൊരു വലിയൊരു അദൃശ്യമായ ഒരു കോഡ് ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നില്ല, പക്ഷെ ഒരു അദൃശ്യമായ ഒരു കോഡ് ഉണ്ട്. അങ്ങനെ വരികയാണ്. നമ്മൾ ആ ഒരു ഫ്ലോ കട്ടായാൽ മുകളിൽ നിന്നും കട്ടാവും. അപ്പൊ അത് എപ്പോഴും ഇതിനകത്തൊരു ഗുരുശിഷ്യ ബന്ധം കൊണ്ടു നടക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കൊരു അവസരം തന്ന ആളാണ്, നമുക്ക് സ്കിൽസ് തരുന്ന ഒരാളാണ്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു പരിപാവനമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ പരിപാവനമായ ആ ഒരു സംരക്ഷണത്തില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബന്ധം എപ്പോ മുറിയുന്നോ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു റിലേഷൻഷിപ്പ് ബിസിനസ്സാണ്. റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇതിനകത്ത് അധികകാലം നിങ്ങൾ നിങ്ങളുടെ ഡൗൺലൈനെ പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അപ്ലൈൻ ആയാലും ഡൗൺലൈൻ ആയാലും റിലേഷൻഷിപ്പ് കട്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം നിങ്ങളെ വിട്ടുപോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ലോകത്ത് സാഹചര്യങ്ങൾക്കാണോ പഞ്ഞം, അതങ്ങനെ വരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കുക. കാരണം ഉറപ്പായിട്ടും പ്രശ്നം വരാവുന്ന 3 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു. അത് ഒന്ന് പണമാണ്. പണം ഇടപാടുകൾ അപ്ലൈൻ ഡൗൺലൈൻ ഉണ്ടോ, നിങ്ങളൊരു ശത്രുവിനെ സൃഷ്ടിച്ചു, നല്ലൊരു ലീഡറെ നിങ്ങൾ തൊലച്ചു കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്ത് പണമിടപാടിന് വന്നാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ഞാൻ തന്ന് നിങ്ങളെ കടക്കാരനാക്കി നിങ്ങളെ ശത്രുക്കാക്കാൻ പറ്റില്ല. നിങ്ങൾ ലേറ്റ് ആയാൽ പിന്നെ എനിക്ക് ഫീലിംഗ് ആവും, പിന്നെ ഞാൻ ചോദിക്കും, പിന്നെ നിങ്ങൾ ഫോൺ എടുക്കില്ല. അതേസമയം ഈ ബിസിനസ്സിൽ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതെപ്പോഴും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. സോ പണം ഇടപാടുകൾ അപ്ലൈൻ ഡൗൺലൈൻ തമ്മിൽ പാടില്ല. അത് നിയമമാണ്. ഈഗോ ക്രാക്ക് ആവുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് താഴ്ത്തി കെട്ടി സംസാരിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അവർ. നിങ്ങൾ പറഞ്ഞത് പലപ്പോഴും മറക്കും പലരും, പക്ഷെ എങ്ങനെ അവരെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത് ജീവിതത്തിൽ ആരും മറക്കാൻ പോകുന്നില്ല. അപമാനിതനായ സിറ്റുവേഷനുകളിൽ കാരണം ഞാൻ പേഴ്സണലി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാൻ പിന്നീട് പഠിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാനീ പറയുന്നു. അപ്പൊ പണം ഇടപാടുകൾ പാടില്ല.
ഈഗോ ഹർട്ടാവുന്ന അവസരം പാടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെന്ന് സോറി പറയാമെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മനുഷ്യരാരും പെർഫെക്റ്റ് അല്ല. പറ്റിപ്പോയാൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് സോറി പറയാം, അപ്പ് ലൈൻ ആയാലും ഡൗൺ ലൈൻ ആയാലും. കാരണം ബന്ധങ്ങൾ നിലനിർത്തേണ്ട അത്യാവശ്യമാണ്. ആരും പെർഫെക്റ്റ് അല്ല. ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും ചില ജാറിങ് വരും, വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ വ്യത്യാസമാണ് അല്ലെ. അതുകൊണ്ട് ഈഗോ ഇഷ്യൂസ് വരും, പക്ഷെ സോൾവ് ചെയ്യാനായിട്ട് വളരെ ശുഷ്കാന്തി കാണിക്കണം. ഈഗോ സപ്രസ് ചെയ്യാനായിട്ട് അറിയണം. ഈഗോ ഇല്ലാത്ത ആരുമില്ല. കൊച്ചുകുട്ടിക്ക് വരെ ഈഗോ ഉണ്ട്, പക്ഷെ ഈഗോ യു ഹാവ് ടു സപ്രസ്. അല്ലാതെ വേറെ വഴിയില്ല. ഇവിടെ ഈഗോ ഉള്ള ആളുകൾക്ക് ഈ ബിസിനസ് പറ്റില്ല. പറ്റില്ല എന്ന് തന്നെ പറയാം, ഒരു സംശയം വേണ്ട. ഈഗോ എത്ര ഉണ്ടോ അത്രമാത്രം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരും. മൂന്നാമത്തെ കാര്യം സ്പൗസ് ആണ്. സ്പൗസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു ബിസിനസ്സാണിത്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ചേർന്നാൽ വളരെ വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണിത്. പക്ഷെ നമ്മളൊരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ അതർ സെക്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, അതായത് എന്റെ അപ്ലൈന്റെ വൈഫുമായിട്ട് ഞാൻ ഡീൽ ചെയ്യുമ്പോൾ, ഞാനൊരു പുരുഷനാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ അപ്ലൈൻ അവരുടെ സ്ത്രീയുടെ ഹസ്ബൻഡുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒക്കെ വളരെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് വളരെ നന്നായി പോകാവുന്ന ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പായി പോകാവുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് പൊട്ടലും ചീറ്റലായി മാറുന്നതായി കണ്ടിട്ടുണ്ട്. കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളിലും എപ്പോൾ ടച്ച് ചെയ്യേണ്ടി വന്നാലും വളരെ സെൻസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു വലിയ ടീം തന്നെ നിങ്ങൾക്ക് നഷ്ടമായേക്കാം. ഇത് നേരത്തെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാവാനായിട്ട് കഴിയും. എന്തൊക്കെയാ പറഞ്ഞത്? പണമിടപാടുകൾ, ഈഗോ ഇഷ്യൂസ്, സ്പൗസ്. ഈ മൂന്ന് കാര്യങ്ങളും ഇട്ട് നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് ഒരു 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 ലെവലിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളത് വളരെ 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 പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ വെറുതെ അല്ല നിങ്ങളൊരു തിളങ്ങി വിളങ്ങിയ ഒരു വ്യക്തിയായി മാറുക. കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈഗോ ഒക്കെ നഷ്ടപ്പെട്ട് വളരെ ഈ ഇതിൽ വളർന്നു പോകുന്ന ഡയമണ്ട്സിനെ നിങ്ങൾ കണ്ടോളൂ. ഡയമണ്ട് പോലെ തന്നെ ആയിരിക്കും അവരുടെ സ്വഭാവ സവിശേഷതകൾ. അവരിന്ന് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. അത് അത്ര റിഫൈൻഡ് ആക്കുന്ന, ഒരു മനുഷ്യനെ ശരിക്കും റിഫൈൻഡ് ആക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ദുശീലങ്ങളുടെ ചെരുപ്പ് അഴിച്ചിട്ടിട്ടേ നമുക്ക് ഏതൊരു വീട്ടിലേക്കും കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വർഷങ്ങളാണ്. അപ്പൊ നമ്മൾ ഡൗൺലൈൻസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡൗൺലൈൻസിനെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെ പോകണം നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, വർഷങ്ങളോളം നമ്മുടെ ഒപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ടവരും, ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരും, ഒരുമിച്ച് താമസിക്കേണ്ടവരും, വർഷങ്ങളോളം നമുക്ക് ഇടപെടേണ്ടതായിട്ടുള്ള ആൾക്കാരാണ്. ആ സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ഏറ്റവും നല്ലത്. ക്യാരക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കോമ്പിറ്റൻസി നമുക്ക് എപ്പോഴും ഉണ്ടാക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്ലൈൻ ഡൗൺലൈൻ ഒരു വളരെ സാങ്ക്ടിറ്റി ഉള്ള, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, വളരെയധികം പരിഭാവനമായിട്ടുള്ള ഒരു ബന്ധമാണിത്. ശരിക്കും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഗുരു ശിഷ്യ ബന്ധം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാവുന്ന, ലൈഫ് ലോങ് നമ്മുടെയൊക്കെ ഒരു പാർട്ടായി മാറുന്ന ആളുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ എല്ലാ ബഹുമാനങ്ങളോടും കൂടി അതിന്റെ പരിഭാവനത്വം സൂക്ഷിച്ചുകൊണ്ട് തന്നെ അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഡെയിലി അപ്ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, 1 മിനിറ്റ് വാട്സ്ആപ്പ് വോയിസ് അപ്ഡേറ്റ് കൊടുക്കണം. ഡെയിലി മീറ്റിംഗ്സ് ഉണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ആളുകൾ ചോദിക്കും, ഈ അരേ മീറ്റിംഗ് തന്നെ പിന്നെ അറ്റൻഡ് ചെയ്യുന്നത് എന്തിനാണ്? സത്യത്തിൽ ഇതാണ് ചാർജിങ് സ്റ്റേഷൻസ്. എല്ലാ ദിവസവും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കണോ, ഇത് മീറ്റിങ്ങുകളിൽ നിന്ന് മീറ്റിങ്ങുകളിലേക്കാണ് ഈ ബിസിനസ്. അങ്ങനെയാണ് ഈ ബിസിനസ്. ചെറിയ മീറ്റിംഗിൽ നിന്ന് വലിയ മീറ്റിംഗിലേക്ക് എത്തണ പരിപാടിക്കാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ആദ്യം ഒരു 1-to-1 മീറ്റിംഗ്, അത് കഴിഞ്ഞ് ഒരു ഹോം മീറ്റിംഗ്, അത് കഴിഞ്ഞ് ഒരു ഹോൾ മീറ്റിംഗ്, അത് കഴിഞ്ഞ് ഒരു സെമിനാർ, അത് കഴിഞ്ഞ് ഒരു വലിയ സെമിനാർ, ബിഗ് സെമിനാർ, വർഷത്തിൽ മാത്രം നടക്കുന്ന, പിന്നെ 10,000-20,000 പേര് ഇരിക്കുന്ന റാലികളും കാര്യം. ഇങ്ങനെ ഒരാളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, വലിയ ചെറിയ മീറ്റിംഗ് വലുത്, എല്ലാ ദിവസവും അതുപോലെ തന്നെ ചാർജ് ചെയ്യണം. എത്ര വലിയ മൊബൈലാണ് നിങ്ങളുടെ കയ്യിലെങ്കിലും, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മൊബൈലാണെങ്കിലും ചാർജ് ചെയ്തില്ലെങ്കിൽ അതിന് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം ചാർജിങ് സ്റ്റേഷൻ ഒറ്റയ്ക്കാണെങ്കിൽ ചാർജ് പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ എപ്പോഴും കൂടി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഓൾറെഡി ഇവിടെ ന്യൂ ലൈഫ് കമ്പനിയിൽ ഉണ്ട്. നിങ്ങൾ കണക്റ്റഡ് ആവുക. രാവിലെ ഒന്ന് അലാറൊക്കെ വെച്ചിട്ട് 21 ദിവസം ഒന്ന് വന്ന് നോക്കൂ. 4:50 മുതൽ 6 മണി വരെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിൽ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വരാൻ തോന്നും. ഇല്ലെങ്കിൽ വിട്ടോളൂ, ഒന്ന് ശ്രമിച്ചു നോക്കുക. അതുപോലെ 7:50 മുതൽ 9 വരെ എല്ലാ ദിവസവും IMC ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് റെഗുലർ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ഒരു കാര്യത്തിലേക്ക് നമുക്ക് ആളുകളെ അയക്കാൻ പറ്റും. അയാളോട് പറയാണ്, ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് പോകുന്നെങ്കിൽ അയാളെ നമ്മൾ പറയാതെ പറയുന്നത് എന്താ, നമുക്ക് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ സമയത്തുണ്ടെന്നാണ് പറയാതെ പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കുക. നമ്മൾ അവിടെ ഉണ്ടാവുന്ന ഉറപ്പാക്കുക. നമ്മുടെ കൂടെ വരുന്നവരെ അത് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അതിനുശേഷമുള്ള ഡിസ്കഷനിലേക്ക് പോകാം. ഇങ്ങനെ ഞാൻ ഒരു കാര്യം ബ്ലണ്ട് ആയിട്ട് പറയാം, എല്ലാ ദിവസവും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആരും ഈ ബിസിനസ്സിൽ വിജയിക്കാതിരുന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, എല്ലാ ദിവസവും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിക്കോളൂ. അവർ എന്തൊക്കെ സംഭവിച്ചാലും മീറ്റിങ്ങുകൾക്കും ട്രെയിനിങ്ങുകൾക്കും അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ ഈ ബിസിനസ്സിൽ അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്, നിർണായകമാണ്. ഇമ്പോർട്ടന്റ് എന്ന് പോലുമല്ല ഞാൻ പറയുന്നത്, നിർണായകമാണെന്നാണ് ഞാൻ പറയുന്നത്.
ഇമ്പോർട്ടന്റിന് പകരം വേറൊരു ഇമ്പോർട്ടൻസ് വെക്കാം, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെക്കാം, പക്ഷെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മീറ്റിംഗിന് പകരം വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ജീവിതം സംഭവിക്കുന്നു. ലൈഫ് ഈസ് ഹാപ്പനിങ് എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും പല്ലേക്കുന്നു, കുളിക്കുന്നു, ചായ കുടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് തന്നെ നമ്മുടെ ഈ ഡെയിലി മീറ്റിംഗിൽ നമുക്ക് അത് കൊണ്ടുവരാനായിട്ട് കഴിയണം. അപ്പൊ ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ഡ്യൂപ്ലിക്കേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയാണ് ഇതിനകത്ത് വിജയിക്കാനുള്ള ഏറ്റവും മികച്ച കാര്യം. ഞാൻ ഒന്നുകൂടി പറയാം, ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ഡ്യൂപ്ലിക്കേഷൻ സഹായിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കാർഡിനൽ റൂള്. ചെയ്യുന്നതോ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു പേഴ്സണൽ ഗ്ലോറിക്ക് വേണ്ടി, കാരണം എന്താ വെച്ചാൽ നമ്മൾ ആർക്കും അറിയാത്ത കുറെ സ്റ്റോറികളും ആർക്കും അറിയാത്ത കുറെ ദുരൂഹമായ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും അതിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ കുറെ പ്രകടനങ്ങളും നമ്മൾ നടത്തിയാൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കില്ല. ബിസിനസ് മോശമായിരിക്കും, പക്ഷെ നമുക്ക് നല്ല പേരായിരിക്കും. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് നമ്മൾ അറിയപ്പെടും. പക്ഷെ ഒരു കാര്യമില്ല, ദിവ്യൻ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടാറില്ല. ദിവ്യന്മാരൊക്കെ മിക്കവാറും നെറ്റ്വർക്കിൽ കാശില്ലാത്ത ആളുകളായിട്ട് തുടരാറാണ് പതിവ്. ഭയങ്കര നോളജ് ആയിരിക്കും, ഭയങ്കര കഴിവായിരിക്കും, പക്ഷെ കാശുണ്ടാക്കണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന ടൂൾസും സിസ്റ്റവും ഉപയോഗിച്ച് അത് എത്ര സിമ്പിൾ ആക്കാൻ മാത്രം നല്ലത്. അതുകൊണ്ടാണ് ഒരു ഷീറ്റ് വെച്ച് നമ്മൾ വർത്താനം പറയുന്നത്. ഒറ്റ ഷീറ്റ് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ അനാവശ്യമായി ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ആളുകൾ അവരുമായിട്ടുള്ള വർത്തമാനം പറഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞും അതിനു മുമ്പും അതിന് ശേഷവും അഭിപ്രായങ്ങളും കാര്യങ്ങളും അനാവശ്യമായ സംസാരം ഒഴിവാക്കുക. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ മാത്രം വിളിക്കുക, ചോദിക്കുക എന്നല്ലാതെ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല, ബിസിനസ്സിൽ യാതൊരു ഗുണവുമില്ല, അയാൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഇമ്പാക്ട് ചെയ്യാത്ത ആളുകളുമായിട്ട് അൺനെസസറി കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക. ഇത് പറയുന്നത് പലപ്പോഴും പറഞ്ഞ ഇത് ഇങ്ങനെ മനസ്സിൽ കിടന്നോട്ടെ, കാരണം നാളെ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. അറിയാത്ത പിള്ള ചൊറിയും പറയും എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. പക്ഷെ പലരും ചൊറിഞ്ഞേ പഠിക്കുള്ളൂ. പക്ഷെ എങ്കിലും ഇതിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതന്ന് പറഞ്ഞിരുന്നു വിനോദ് സാറിന്റെ ക്ലാസ്സിൽ അത് പറഞ്ഞതാട്ടോ എന്ന് പറയാം. അത് അനാവശ്യമാണെന്ന് തോന്നും. അപ്പൊ ഒരു റിഫൈൻമെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പല എക്സ്പീരിയൻസുകളും വരുമ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഡൗൺലൈൻസിന്റെ അടുത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ഡൗൺലൈൻസിന്റെ അടുത്ത് വിളമ്പാതിരിക്കുക. നമുക്ക് എപ്പോഴും ആശ്രയം കിട്ടാൻ വേണ്ടി നമ്മുടെ ഡൗൺലൈൻസിന്റെ തോളിനെ സമീപിക്കരുത്. നമുക്ക് കരയാനുള്ളതല്ല അവരുടെ ചുമന്നത്. നമുക്ക് കരച്ചിലോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ നേരെ അപ്ലയൻസിനെ വിളിച്ച് പറയാം. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അപ്ലയൻസിനോട് പറയാം, നമ്മുടെ ആശങ്കകളൊക്കെ അപ്ലയൻസിനോട് പറയാം. ഈ ഡൗൺലൈൻസിനോട് പങ്കുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പോസിറ്റീവ് ആയാലും അവർ പോസിറ്റീവ് ആവില്ല. അവർക്ക് അത്രയും കൂടി നോളജ് ഇല്ല. അപ്പൊ നിങ്ങൾ തന്നെ ഷെയ്ക്ക് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ പറയാൻ ഒന്നുമില്ലെങ്കിൽ പറയണ്ട, പക്ഷെ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡൗൺലൈൻസിനോട് പറയാം. കൺസേൺസും ഡൗട്ട്സും അപ്ലയൻസിനോട് പറയാം. അപ്പൊ എപ്പോഴും ഡൗൺലൈൻസിന്റെ മുമ്പിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാവണം, അപ്ലയൻസിന്റെ അടുത്ത് നിന്ന് എടുക്കുന്ന ഒരാളായി മാറണം. അങ്ങനെ അവിടെ നിന്ന് എടുക്കുകയും ഇവിടേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമുക്ക് ശീലത്തിലേക്ക് കൊണ്ടുവരണം. എവറി സ്റ്റെപ്പ്, നിങ്ങൾ എത്ര വലിയ യാത്രയാണെങ്കിലും അത് തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റെപ്പ് വഴിയാണ്, അല്ലെ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിങ്ങളുടെ എന്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു കഷണം അതിനകത്തുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്താൽ പോലും ഉണ്ട്. അപ്പൊ നിങ്ങൾ കൊഹിനൂർ ആവണം, കൊഹിനൂറാണ് ഹയസ്റ്റ് റാങ്ക് കേട്ടോ IMC-യില്. കൊഹിനൂർ ആവണം, അത് ആദ്യത്തെ നിങ്ങൾ ആ സൂപ്പർ സ്റ്റാർ ആവുന്ന ആ സ്റ്റെപ്പിന് ആ കൊഹിനൂറിലേക്ക് എത്താനുള്ള സ്പീഡ് കുറഞ്ഞു, അതിലേക്കുള്ള ദൂരം കുറഞ്ഞു, അത്ര അടുത്തു നിങ്ങൾ. അപ്പൊ ഓരോ സ്റ്റെപ്പിലും നിങ്ങളുടെ ഗോളുണ്ട്, ആ ഗോളിനെ നിങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ അപ്പൊ സക്സസ് എന്താണെന്നുള്ളത് പണ്ടത്തെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഗോൾ എന്നാണ്. 4 ഇമ്പോർട്ടന്റ് ആണ്. പ്രോഗ്രസീവ് ആണ്, അത് വളർന്നുകൊണ്ടായിരിക്കണം, അത് നിരന്തരമായി ചലിക്കുന്നതാണ്, അതുകൊണ്ട് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, യാത്രയാണത്. അപ്പൊ പ്രോഗ്രസീവ് ആണ്, റിയലൈസേഷൻ ആണ്. എന്താ റിയലൈസേഷൻ? ആ ഗോളിനെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അറ്റത്തേക്ക് ആ ഒരു സ്റ്റെപ്പ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കൂടെ അടുത്തു. അപ്പൊ ആ ഗോളിനെ തന്നെ റിയലൈസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രഷൻ ആണ്. എന്താണ് പ്രോഗ്രസീവ് റിയലൈസേഷൻ? ഒരു വർത്തി ആയിരിക്കണം ഗോൾ. ആരെങ്കിലും പൈസ പോയിട്ട് ആരെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ കാശ് ഉണ്ടാക്കുന്നതല്ല. അപ്പൊ വർത്തി ആയിരിക്കണം, അതിനൊരു വാല്യൂ ഉണ്ടാവണം, മൂല്യബോധം ഉണ്ടാവണം, ഒരു വാല്യൂ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു ഗോള് നല്ലൊരു ഗോളാവുന്നുള്ളൂ, സമൂഹത്തിന് പറ്റിയ ഒരു ഗോളാവുന്നുള്ളൂ. നമ്മൾ വാല്യൂ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പൊ അങ്ങനെ അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് നന്നായി എടുക്കുക. ഡു നോട്ട് വേസ്റ്റ് ടൈം. സമയം കളയാതിരിക്കുക. നിങ്ങളുടെ അപ്ലൈന് വേണ്ടി ഇതുവരെ ഇരുന്നിട്ടില്ലെങ്കിൽ അപ്ലൈനായിട്ട് ഇരിക്കുക, സീരിയസ് അപ്ലൈനായിട്ട് ഇരിക്കുക. എന്നിട്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഓറിയന്റേഷൻ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ, ഈ ഷീറ്റ് തന്നെ ആകെ 10 പേജേ ഉള്ളൂ. 10 പേജ് അപ്പുറത്തും ഇപ്പുറത്തും നോക്കി 20 പേജ്, 10 ഷീറ്റ് 20 പേജ്, അത്രേ ഉള്ളൂ. അതൊന്നും ഇരിക്കുക, അത് ഓൺലൈനായാലും ഓഫ്ലൈനായിട്ട് ഇരിക്കുക. അത് ചെയ്യാണ്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഇതിനെ കുറിച്ചൊരു ആശയവും കൃത്യമായിട്ടുള്ള രൂപരേഖ ഇല്ലാതെ വെറുതെ പോയിട്ട് ചെയ്യരുത്. അപ്പൊ അത്
ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കഴിയാതെ നിങ്ങൾ വർക്കിന് പോകരുത്. അത് വളരെ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ IMC മാത്രമല്ല, ആക്ച്വലി നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആണ്. നിങ്ങളുടെ ജീവിതത്തില് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആരാ ഡയറക്ട് ചെയ്യുന്നത്? നിങ്ങളാണ് ഡയറക്ടർ. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ആരാ ഹീറോ? നിങ്ങൾ തന്നെയാണ് ഹീറോ. അപ്പൊ ജീവിതത്തിലെ ഹീറോ ആരാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. സൂപ്പർ സ്റ്റാർ ആണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആണ്. നിങ്ങൾ വലിയൊരു VIP കൂടിയാണ്. കാരണം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും പറയാത്തതും ചെയ്യാത്തതും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ ആൾക്കാരല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. നിങ്ങളെ എങ്ങനെ ഡയറക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇന്ന് വരെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ നല്ലൊരു ഡയറക്ടറാണോ മോശം ഡയറക്ടറാണോ എന്ന് എനിക്കറിയില്ല. പലരും മോശം ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ ഇന്ന് മുതലേ നന്നായി ഡയറക്ട് ചെയ്യുക. അതിപ്പോ നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ ഇന്നിപ്പോ IMC സൂപ്പർ സ്റ്റാർ റാങ്ക് മതി. അപ്പൊ ഇതിന്റെ നിങ്ങളുടെ സിനിമയുടെ എൻഡ് എങ്ങനെ വരണം? മിക്കവാറും നായകനൊക്കെ വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കണം. നായകൻ പിന്നീട് അവസാനം വിജയിച്ചു വരുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ആ സിനിമ കാണാനേ നമ്മൾ ഇരിക്കാറുള്ളൂ അല്ലെ? നമുക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയാണ് ആ സിനിമയിലെ ഒടുക്കം നായകൻ എല്ലാം എല്ലാം തിരിച്ചു പിടിക്കും അല്ലെ? ആ നായകൻ എല്ലാം നഷ്ടപ്പെട്ട നായകൻ പിന്നീട് എല്ലാം തിരിച്ചു പിടിക്കുമ്പോൾ ആ സിനിമ നല്ല സിനിമയാന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു സിനിമയാണെങ്കിൽ നിങ്ങളാണ് ഡയറക്ടർ, നിങ്ങളാണ് അതിലെ സൂപ്പർ സ്റ്റാർ. ഇതിന്റെ എൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ എങ്ങനെ തുടങ്ങിയാലും നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം എന്താണെങ്കിലും ശരി, അവസാനം നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയണം. അതാണ് നല്ലൊരു ഡയറക്ടർ ചെയ്യുന്നത്. ഒരു മൂവി അയാൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ആ ഡയറക്ടർ ആ മൂവി. ആ പ്രേക്ഷകരെ മുഴുവൻ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ട് അവസാനം ആ പ്രേക്ഷകർക്ക് എന്ത് വേണമെന്ന് വിചാരിച്ച് അതുപോലെ ഡയറക്ട് ചെയ്യണം ആ മൂവി. നിങ്ങളുടെ ജീവിതം അതുപോലെ ഡയറക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് IMC ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടെങ്കിലും തുടങ്ങും. ജീവിതത്തിൽ അതിന്റെയെങ്കിലും ഒന്ന് നിങ്ങളുടെ ഷോക്കേസിൽ കൊണ്ടുവയ്ക്കും. ഒരു 30 കസ്റ്റമർ വന്നാൽ പോലും കിട്ടുന്ന ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ ആ മനോഹരമായിട്ടുള്ള റാങ്കിലേക്ക് നിങ്ങൾ IMC വരണം. നിങ്ങൾ അറിയണം, നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ അത് കാണണം. എന്റെ അച്ചാച്ചൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ചേച്ചി അവരൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും സൂപ്പർ സ്റ്റാർ ആയി കേട്ടോ എന്ന് അവർ പറയാൻ പറ്റണം. അത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇടണം, നിങ്ങൾ അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടണം, പങ്കുവെക്കണം. ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയി കേട്ടോ. അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ ഞാൻ ഇതിനകത്തൊരു സൂപ്പർ സ്റ്റാർ ആയി. അങ്ങനെ ചെറിയ 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 സക്സസ് ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഭാവിയിൽ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ മാഞ്ഞു പോയാലും നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ കുടുംബം നിങ്ങളുടെ സ്വത്ത് എഴുതി കൊടുക്കുന്ന പോലെ, വീട് എഴുതി കൊടുക്കുന്നത് പോലെ, നിങ്ങളുടെ ജായദാദ് എഴുതി കൊടുക്കുന്ന പോലെ, നിങ്ങളുടെ എല്ലാം എഴുതി കൊടുക്കുന്ന പോലെ, ബാങ്ക് ബാലൻസ് എഴുതി കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ കഴിയുന്ന വില്ലബിൾ ആയിട്ടുള്ള ഒരു വലിയ ബിസിനസ് സിസ്റ്റമാണ് നിങ്ങളുടെ ID നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ മക്കൾക്കൊക്കെ കൊടുക്കാവുന്ന, അവർക്ക് പങ്കുവെക്കാവുന്ന ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒന്നാണ് IMC ID എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്നത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നവരാണ്. പക്ഷെ നാളെ നിങ്ങൾ ഓർക്കും, നിങ്ങൾ സ്റ്റേജിൽ വന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ പറയും, ആദ്യത്തെ ആ NDO എടുത്തപ്പോൾ സാറ് പറഞ്ഞിരുന്നു. മറ്റുള്ള ആളുകൾ, നിങ്ങളുടെ മക്കൾ മാത്രമല്ല മറ്റു പലരുടെയും, നിങ്ങൾ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പുറകിലിരുന്ന ആളുകൾ പറയും, ആ സ്റ്റേജിൽ നിൽക്കുന്ന ചേട്ടനാണ്, ആ ചേച്ചിയാണ്, അല്ലെങ്കിൽ ആ അങ്കിളാണ്, ആ ആന്റിയാണ്, ആ ആ പ്രായമുള്ള ആളാണ്, അവര് കാരണമാണ് നമുക്ക് ഇത്രയും വരുമാനം ഉണ്ടായതെന്ന് പറയുന്ന ഒരു സാഹചര്യം വിദൂരമല്ല. വളരെ മനോഹരമായിട്ടുള്ള, വളരെ സന്തോഷമുള്ള, സമാധാനം നിറഞ്ഞ, ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇത് മാറട്ടെ. വെൽക്കം ടു എ ന്യൂ ലൈഫ്. താങ്ക് യു വെരി മച്ച്.